നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ കർത്താവ് നമ്മെ അങ്ങിങ്ങായി സൂക്ഷിച്ചു, പരിപാലിച്ചു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ കടന്നു വന്ന് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ച ഒരു വാത്സല്യ സഹോദരിയാണ് അൻസു പോൾ. അവളുടെ വിവാഹ നിശ്ചയത്തോടും വിവാഹത്തോടുമുള്ള ബന്ധത്തിൽ ഞാൻ ഇന്നേ ദിനം കേരളത്തിലെത്തിയതാണ്. ഇപ്പോൾ ഏറ്റുമാനൂരുണ്ട്. അടുത്ത ദിവസം ആറന്മുളയ്ക്കടുത്ത് വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിലും പിന്നീട് വിവാഹത്തോടുള്ള ബന്ധത്തിലും കടന്നു പോകേണ്ടതാണ്. അങ്ങനെ ചില ദിവസങ്ങൾ കേരളത്തിലുണ്ടായിരിക്കും. അതിനിടയിൽ പതിവ് പോലെ നമ്മൾ വാരാന്ത്യത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ദൈവവചന ധ്യാനത്തിനായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. ഇന്നത്തെ മീറ്റിങ്ങിന് ഒരു പ്രത്യേകതയുള്ളത്, സാധാരണ നമ്മൾ പറഞ്ഞു പോകുന്നത് പോലെ അധികം വാക്യങ്ങളൊന്നും വായിക്കാനായിട്ടുള്ള സാഹചര്യം ഇന്ന് ഉണ്ടാകില്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയായി തീരുമെന്ന് എനിക്കറിയില്ല. അതേസമയം കഴിഞ്ഞ 1-2 ആഴ്ചയായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് വിശുദ്ധന്മാർ അവരുടെ യാത്രയിൽ മന്ന കൊണ്ട് തൃപ്തിപ്പെടണമെന്നും ദൈവഹിതം മനസ്സിലാക്കി അങ്ങനെ മുൻപോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു മുന്നറിയിപ്പും കൂടെ നമ്മൾ കൊടുക്കുകയായിരുന്നു. കാടയ്ക്ക് വേണ്ടി അപേക്ഷിച്ച അല്ലെങ്കിൽ ഇറച്ചിക്കലങ്ങളുടെ ചൂട്ടിലിരിക്കുന്ന കാര്യം ഓർത്ത് ദൈവസന്നിധിയിൽ കരഞ്ഞ ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച അപജയം അവരെ വലിയവനായ ദൈവം മരുഭൂമിയിൽ തെള്ളിയിട്ട് കളഞ്ഞു. അത് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് പൗലോസിലേക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധന്മാരെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഇസ്രായേൽ ജനത്തിന് വലിയ അപജയം അവിടെ സംഭവിച്ചു. ആ കാരണത്താൽ ഈ കാര്യങ്ങളൊക്കെ വിശുദ്ധന്മാരോട് പറയേണ്ട ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗങ്ങളൊക്കെ എടുത്ത് വിശദീകരിച്ചത്. എന്നാൽ അതിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി അല്പം ചില കാര്യങ്ങളും കൂടെ പറയേണ്ടതുണ്ടായിരുന്നു. അവക കാര്യങ്ങളൊക്കെ പറയാൻ പാകത്തിന് അല്ലെങ്കിൽ വിശദീകരിക്കാൻ പാകത്തിനായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ ദൈവസന്നിധി കടന്നു വന്നത്. എന്നാൽ നമ്മളുടെ മീറ്റിംഗ് തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു പിക്ചർ നിങ്ങളെ കാണിച്ചു. അത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയോ മറ്റ് സംവിധാനങ്ങൾ വഴിയോ മറ്റോ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു പിക്ചറാണ്. അതായത് തെക്കൻ കേരളത്തിലുള്ള ഒരു പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ ബിൽഡിങ്, ആ ബിൽഡിങ്ങിൻ്റെ സമർപ്പണത്തോടുള്ള ബന്ധത്തിൽ അവരുടെ ആ ഒരു പിക്ചറിനകത്ത് എഴുതിയ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. ആ മെസ്സേജ് തുടങ്ങുമ്പോൾ ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ, ആ പിക്ചർ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം പറഞ്ഞ് നമ്മളുടെ ആ സബ്ജക്റ്റിലേക്ക് കടന്നു പോകണമെന്ന് ചിന്തിച്ചു. എന്നാൽ അത്രയും പറഞ്ഞ് മുൻപോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം തന്നെ അങ്ങ് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് അങ്ങനെ അങ്ങ് അവസാനിച്ചു. അതായത് നമ്മെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട്. അതിൻ്റെ കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി, അതായത് എനിക്ക് തോന്നുന്ന കൊറോണ കാലം മുതൽ നമ്മൾ ദൈവസഭയെക്കുറിച്ചും സഭയിൽ ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും ധ്യാനിക്കുന്നവരായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സമയം മുതൽ 2 രീതിയിൽ, അതായത് സാറ്റർഡേ ഉള്ള ഈ മീറ്റിങ്ങിനകത്ത് പൗലോസിൻ്റെ 1-2 മിഷൻ യാത്രകളും പിന്നീട് 3-ാം മിഷൻ യാത്രയുടെ ഒരു അല്പഭാഗവും നമ്മൾ ചിന്തിച്ചു. അതിനിടയിൽ മറ്റ് പല സബ്ജക്റ്റുകളിലേക്കൊക്കെ നമ്മൾ പതിയെ തിരിഞ്ഞു പോയി. അത് പെൻഡിങ്ങിൽ നിൽക്കുന്നു. അങ്ങനെ അതിലൂടെ രക്ഷയും പിന്നീട് വിശ്വാസ സ്നാനത്തിൻ്റെ ആഴങ്ങളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത്. 1-ാം മിഷൻ യാത്രയിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഗലാത്യരുടെ കണ്ണിന് മുമ്പിൽ വരച്ചു വെച്ചു കൊടുത്ത കാര്യമാണ് നമ്മൾ പറഞ്ഞത്. രക്ഷയുടെ വിവിധ വശങ്ങൾ, അതിൻ്റെ മഹത്വം, അതിൻ്റെ ആഴങ്ങൾ, അങ്ങനെ അതൊക്കെ കണ്ടെത്തിയതിന് ശേഷം 2-ാം മിഷൻ യാത്രയിൽ സഞ്ചരിച്ച് നമ്മൾ ഒടുക്കം കൊരിന്തിലെത്തി. അങ്ങനെ കൊരിന്തിൽ പൗലോസ് 1 ആണ്ടും 6 മാസവും താമസിച്ച കാര്യമൊക്കെ പറയുകയായിരുന്നു. അവിടെ തീത്തോസിസ്തോസിൻ്റെ വീട്ടിൽ സുവിശേഷം പ്രസംഗിച്ചു. ആ സുവിശേഷം കേട്ടവർ സന്തോഷത്തോടെ അത് കൈക്കൊണ്ടു. അങ്ങനെ സുവിശേഷം കൈക്കൊണ്ടവരെ, അതായത് രക്ഷാനിർണയം പ്രാപിച്ചവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ ഏൽപ്പിച്ചു എന്നുള്ളൊരു കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ വെച്ച് നമ്മൾ ചിന്തിച്ചതും ധ്യാനിച്ചതും സ്ഥാപിച്ചതുമായ കാര്യം. അങ്ങനെ അത് രണ്ടും കഴിഞ്ഞ് 3-ാം മിഷൻ യാത്രയിലേക്ക് വരുമ്പോഴായിരുന്നു പൗലോസ് എഫെസോസിൽ വന്നതും അവിടെ ചില ശിഷ്യന്മാരെ കാണുകയും അവരോട് വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നുള്ള ചോദ്യത്തിന് അവർ കൊടുത്ത മറുപടി നിരാശാജനകമായിരുന്നു. എന്നാൽ പൗലോസ് അവരെ വേണ്ട വിധത്തിൽ ടീച്ച് ചെയ്യുകയും അവരെ സത്യപാത കണ്ടെത്തുകയും അവരെ പിന്നത്തേതിൽ ഈ പറഞ്ഞ നിലയിൽ വിശ്വാസ സ്നാനത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർ സ്നാനപ്പെട്ട ദൈവസഭയുടെ ഭാഗമായി. അപ്പോൾ ആ ചോദ്യം ചരിത്രത്തിൽ അങ്ങനെ കിടക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന്. എന്തുകൊണ്ട് ആ ചോദ്യം ചരിത്രത്തിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ,
നമ്മുടെ ദേശത്തുള്ള പ്രബല സമൂഹങ്ങളായ എപ്പിസ്കോപ്പൽ സമൂഹങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളതിന് പകരം, അല്ലെങ്കിൽ ഗലാത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ട് ആത്മാവിനെ പ്രാപിക്കുക എന്ന ആ തത്വം മറികടന്ന് അവർ കൊച്ചുകുട്ടികളുടെ മേൽ വെള്ളം തളിച്ചുകൊണ്ടും അവരുണ്ടാക്കുന്ന ഒരു ലേപനം പുരട്ടിക്കൊണ്ടുമാണ് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ പരിശുദ്ധാത്മാവിനെ കൊടുത്തു എന്ന് ക്ലെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ അവകാശവാദമാണത്. അപ്പോൾ അതിനെയൊക്കെ ഖണ്ഡിക്കുന്ന വിഷയങ്ങളാണ് ആ സമയങ്ങളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സാറ്റർഡേ മീറ്റിങ്ങിൽ നമ്മൾ ഈ വക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൺഡേയിൽ നടക്കുന്ന ഒരു മീറ്റിങ്ങിൽ സമാഗമന കൂടാരം അഥവാ തിരുനിവാസം അല്ലെങ്കിൽ ടാബർനാക്കിൾ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ്, അതെനിക്ക് തോന്നുന്നു ഏതാണ്ട് 2 വർഷക്കാലം നമ്മൾ നിരന്തരമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ആ വിഷയം നമ്മൾ എടുക്കാനുള്ള കാരണം ദൈവസഭ എന്നുള്ളൊരു വിഷയത്തിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാനാണ്. സഭയുടെ വിവിധ ഉപമാനങ്ങളുണ്ട്, പല ഉപമാനങ്ങളുണ്ട്. അതിലൊരു ഉപമാനമാണ് സഭ ദൈവത്തിൻ്റെ ആലയം എന്നുള്ളത്, ദൈവത്തിൻ്റെ നഗരം എന്നുള്ളത്, അങ്ങനെ പലതുണ്ട്. അപ്പോൾ അതിൽ ദൈവത്തിൻ്റെ ആലയം എന്നുള്ളൊരു വിഷയം നമ്മൾ അവിടെ ധ്യാനിച്ചു. അപ്പോൾ അങ്ങനെ സഭയെക്കുറിച്ചുള്ള ആ ഒരു ധ്യാനം, അതിനാണ് ഈ സമാഗമന കൂടാരത്തിൻ്റെ പഠനം തിരഞ്ഞെടുത്തത്. അതായത് ദൈവത്തിൻ്റെ നിവാസം അല്ലെങ്കിൽ നിവാസങ്ങൾ എന്നുള്ളൊരു വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പുറപ്പാട് പുസ്തകം മുതൽ ആ പഠനം ആരംഭിക്കുകയാണ്. അങ്ങനെ നമ്മൾ സഭയെന്ന ആ വിഷയത്തിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കാൻ വേണ്ടി പഴയ നിയമത്തിലേക്കും കൂടെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയായിരുന്നു. പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യമാണ് സഭയുടെ നിഴലായിട്ട് നമ്മൾ കാണുന്നത്, അതായത് ആലയം എന്നുള്ള വിഷയത്തിൽ. 1 സമാഗമന കൂടാരം, 2 യെരൂശലേം ദേവാലയം. അപ്പോൾ ഈ 2 കാര്യമാണ് ഒരു പുതിയ നിയമ വിശ്വാസിക്ക് പഠനത്തിന് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സൂക്ഷ്മമായി പഠിച്ചു വന്നപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ഇന്ന് സഭയെന്ന് പറയുന്നതിൻ്റെ അസൽ നിഴലെന്ന് പറയുന്നത് സമാഗമന കൂടാരമാണ്. സഭയ്ക്ക് വരാൻ പോകുന്ന ഭാവി മഹത്വവുമായി ബന്ധപ്പെടുത്തി പറയേണ്ട വിഷയമാണ് യെരൂശലേം ദേവാലയം എന്ന് പറയുന്നത്. 1 മൊബൈൽ ടെമ്പിളാണ്, മറ്റൊന്ന് പെർമനന്റ് ടെമ്പിളാണ്. അതായത് സമാഗമന കൂടാരം എന്ന് പറയുന്ന തുണി കൊണ്ടും തുകൽ കൊണ്ടും മരം കൊണ്ടും ഉണ്ടാക്കിയ സഞ്ചരിക്കുന്ന ഒരു കൂടാരമാണ്. അതേസമയം യെരൂശലേം ദേവാലയം എന്ന് പറയുന്നതിൻ്റെ നിർമ്മിതിയിൽ കല്ല്, അതുപോലെ വിലയേറിയ മരം, പിന്നെ പൊന്ന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ നിർമ്മിതിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരൂശലേം എന്ന് പറയുന്ന തേജസ്സിൻ്റെ നഗരവുമായിട്ടാണ് കണക്ട് ചെയ്ത് പറയാറ്. നമ്മൾ അങ്ങനെയാണ് ആ നാളുകളിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ 2 രീതിയിലും കാര്യങ്ങളെ പറഞ്ഞ് മുന്നോട്ട് പോവുകയായിരുന്നു. യെരൂശലേം ദേവാലയത്തെക്കുറിച്ച് അങ്ങനെ അധികം നമ്മൾ ചിന്തിച്ചിട്ടില്ല. പകരം ഇപ്പോൾ സഭ ഒരു കൂടാരവാസികളുടെ സംഘം എന്ന നിലയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂട്ടം എന്ന ആ ഒരു അർത്ഥത്തിൽ നമ്മൾ സമാഗമന കൂടാരത്തിലേക്കാണ് ശ്രദ്ധ ചെലുത്തിയത്. സമാഗമന കൂടാരത്തിലേക്ക് നോക്കുമ്പോൾ അത് സ്വർഗീയ കൂടാരത്തിൻ്റെ നിഴലാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ തന്നെ യേശുക്രിസ്തുവിനും നിഴലാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഒരു കൂടാരമടിച്ച് പാർത്തെന്നുള്ള വാക്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ലൈഫുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പിന്നത്തേതിൽ സമാഗമന കൂടാരത്തിൻ്റെ പഠനം മുൻപോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ക്രിസ്തു ഇവിടെ ഒരു മൺമയമായ കൂടാരത്തിൽ, പിന്നത്തേതിൽ ഒരു വിൺമയമായ കൂടാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതായത് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ പിന്നത്തേതിൽ നമ്മൾ കാണുകയാണ്. അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വിഷയം ധ്യാനിക്കുന്നത് സഭ ഇന്ന് സഞ്ചരിക്കുന്ന ഒരു സംഘമായിട്ട്, അതായത് കൂടാരവാസികളുടെ സംഘം മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സഭയെ സംബന്ധിച്ച് ഒരു ഹെഡ് ക്വാർട്ടർ ഇല്ല, ഇവിടെ അങ്ങനത്തെ യാതൊരു സ്ട്രക്ചറും ഈ ഭൂമിയിലില്ല. പിന്നെ നമ്മൾ ഒത്തുകൂടുന്ന സംവിധാനങ്ങളൊക്കെ ഇല്ലെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് വഴിയെ പറഞ്ഞു വരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സഭയുമായി ബന്ധപ്പെട്ട് കാണുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് സഭയുടെ ഭാവി മഹത്വത്തിലേക്ക് നമ്മൾ നോക്കുന്നത് ഈ പുതിയ നിയമ പുസ്തകങ്ങളും പഴയ നിയമ പുസ്തകങ്ങളെല്ലാം ചേർത്ത് വെച്ച് പഠിച്ച് അതിൻ്റെ കൺക്ലൂഷൻ കൊണ്ടുവരുന്നത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒടുവിലെത്തിയ അധ്യായങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ വക കാര്യങ്ങൾ കാണുന്നത്. അതായത് ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട് ഒരുങ്ങി ഇറങ്ങി വരുന്ന ഒരു വിശുദ്ധ നഗരം എന്ന നിലയിൽ ദൈവസഭയെ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെയാണ് അതിൻ്റെ ഒരു കൺക്ലൂഷൻ നമ്മൾ കണ്ടത്. അതിലും വലിയ ആഴമേറിയൊരു വെളിപ്പാട് നമ്മൾ ആ പഠനത്തോടുള്ള ബന്ധത്തെ കണ്ടിരുന്നു. അതൊരു അസാധാരണമായൊരു പഠനമായിരുന്നു. അതായത് സമാഗമന കൂടാരം എന്ന വിഷയം പഠിച്ച് ധ്യാനിച്ച് ചിന്തിച്ച് അതിൻ്റെ ഒടുവിലേക്ക് വന്നപ്പോൾ അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകം, ആ പെട്ടകം മാത്രം ശലോമോനാൽ പണിയപ്പെട്ട യെരൂശലേം ദൈവാലയത്തിൻ്റെ അന്തർമന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. സമാഗമന കൂടാരത്തിലുള്ള ഒരു ഉപകരണവും യെരൂശലേം ദൈവാലയത്തിനകത്തേക്ക് കൊണ്ടുവരുന്നില്ല. സമാഗമന കൂടാരം നമ്മൾ പറഞ്ഞു തുണി കൊണ്ടും തുകൽ കൊണ്ടും മരം കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ ഒരു കൂടാരമാണ്. ആ കൂടാരം ഇവിടെ ചുരുട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ ഉരിഞ്ഞു കളഞ്ഞിട്ട് അതിനകത്തെ പെട്ടകം മാത്രമാണ് അന്തർമന്ദിരത്തിലേക്ക് പ്രവേശിച്ചത്.
അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടെത്തിയ ആഴമേറിയ ബോധ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു എന്നുള്ള ആ ഒരു കാര്യമാണ്. അതായത് ഈ പെട്ടകം, ബലത്തിൻ പെട്ടകം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്. മണവാളനുമായി ബന്ധപ്പെടുത്തിയ ആ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ വഴിയാത്രയിൽ 2 പ്രധാന കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, നമ്മൾ സ്നാനപ്പെടുമ്പോൾ ക്രിസ്തുവിനോട് ചേരുന്നു. മുൻപോട്ടുള്ള പ്രയാണത്തിൽ ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നു. നോക്കിയേ, എത്രയോ വലിയ കാര്യങ്ങളാണ് അതൊക്കെ. സ്നാനത്തിൽ നമ്മൾ കർത്താവിനോട് ചേരുന്നു, പക്ഷെ ആ യാത്രയിലാണ് പറ്റിച്ചേരുന്നത്. പറ്റിച്ചേരണമെങ്കിൽ അനുദിന ജീവിതത്തിൽ ക്രൂശ് എടുക്കണമെന്നും അതുപോലെ നമ്മൾ അനുദിനം നുകത്തിൻ കീഴിലായിരിക്കണമെന്നും നമ്മൾ ഇടുക്കുവാതിൽ കണ്ടെത്തി ഞെരുക്കമുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കണമെന്നും ഒക്കെയാണ് അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടെത്തിയതും മനസ്സിലാക്കിയതും. പിന്നെയും പല കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് അവനുമായി ഏകാത്മാവായി തീരുന്നു. അതാണ് പെട്ടകം അന്തർമന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്ന ആ കാഴ്ച എന്ന് പറയുന്നത്. അതിൻ്റെ ഒത്തിരി വിശദീകരണങ്ങൾ അന്ന് പറഞ്ഞതാണ്. ഇപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പം എന്തിനാ ആമുഖമായിട്ട് ഇത്രയൊക്കെ പറഞ്ഞതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ഗഹനമായൊരു പഠനമാണ്, ഗഹനമായൊരു വിഷയമാണ്. എത്രയോ നാളുകളും മാസങ്ങളും എടുത്താണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചതും ധ്യാനിച്ചതും. അപ്പം നമുക്ക് മനസ്സിലായ വിലപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, സമാഗമന കൂടാരം. അത് ഏകദേശം 500-ൽ താഴെ, പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 488 വർഷം ഇസ്രായേലിൻ്റെ നടുവിലുണ്ടായിരുന്ന ഒരു തുണിക്കൂടാരം. ആ കൂടാരത്തിൻ്റെ നിർമ്മിതിയോടുള്ള ബന്ധത്തിൽ യഹോവ കൽപ്പിച്ചതുപോലെ തന്നെയാണ് മോശ അത് പണിതത്. അത് പർവ്വതത്തിലെ മാതൃക പ്രകാരമാണ് പണിതത്. മോശ ഭയത്തോടും വിറയലോടുമാണ് ആ കാര്യങ്ങൾ ചെയ്തത്. കേവലം 500-ൽ താഴെ വർഷം വലിയവനായ ദൈവത്തിന് വസിക്കാനുള്ള ഒരു താൽക്കാലിക കൂടാരത്തെ അങ്ങനെയാണ് നിർമ്മിച്ചത്. ഇത് വലിയ വെളിപ്പാടാണ്. അത് കഴിഞ്ഞിട്ട് ശലോമോൻ പണിത ആലയം, അത് പെർമനന്റ് സ്ട്രക്ചറാന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ തന്നെയും അതും ഒരളവിൽ ടെമ്പററിയാണ്. പെർമനന്റ് എന്ന് പഠനത്തിന് വേണ്ടി പറയുന്നതാണ്. അത് ഒരു 1000-ൽ താഴെ വർഷത്തിനുള്ളിൽ യെരൂശലേം ദേവാലയവും തകർന്നു പോയി, നമുക്കറിയാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് മൂന്നാമത് നമ്മൾ കാണുന്നൊരു കാര്യമാണ്. ഇതിനിടയിൽ വേറെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് നേരെ നമ്മൾ ജമ്പ് ചെയ്ത് വരുന്നത് പുതിയ നിയമസഭയിലേക്കാണ്. മൂന്നാമത്തെ ദൈവത്തിൻ്റെ നിവാസം അഥവാ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്നത് തൻ്റെ സഭയാണ്. അപ്പോൾ സഭ എന്നുള്ളതിന് നമ്മൾ അതിൻ്റെ ചുരുക്കെഴുത്തിലേക്ക് വരുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെല്ലാമാണ് കർത്താവിൻ്റെ സഭയെന്ന് പറയുന്നത്. അഥവാ ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്. കുഞ്ഞാടിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരായി ശുദ്ധീകരണം പ്രാപിച്ച് വചനമാകുന്ന വിത്ത് അകത്തു വന്ന് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായ ജീവിതം നയിക്കുന്നവരെയാണ് പുതിയ നിയമത്തിലെ മന്ദിരം എന്ന് വിളിക്കുന്നത്. അതല്ലാതെ വേറെ മന്ദിരമൊന്നുമില്ല. ദൈവത്തിന് അറ്റ് എ ടൈം ഒരു നിവാസമേ ഉള്ളൂ, 2 നിവാസമില്ല. അതായത് സമാഗമന കൂടാരം ഉണ്ടായിരുന്നപ്പോൾ അത് മാത്രം, അത് ചുരുട്ടി വെച്ചിട്ടാണ് യെരൂശലേം ദേവാലയത്തിൽ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. അത് ഏതാണ്ട് തകർന്നു പോയിട്ടാണ് പുതിയ നിയമസഭയാലയം ആരംഭിക്കുന്നത്. എന്ന് വെച്ചാൽ സഭ ആരംഭിക്കുമ്പോൾ യെരൂശലേം ദേവാലയം അവിടെ ഇല്ലേ എന്നൊരു ചോദ്യം വന്നാൽ അതിന് മറുപടി, ആ ആലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് കിടക്കുന്ന തിരശ്ശീല മുകൾ തൊട്ട് താഴെ വരെ ചിന്തിപ്പോയി. അവിടെ ശുശ്രൂഷിക്കേണ്ട മഹാപുരോഹിതൻ വസ്ത്രം കീറിക്കളഞ്ഞു. കീറാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ കീറി. അതായത് അഹരോന്യ പൗരോഹിത്യത്തെ കീറിക്കളഞ്ഞു. അതുപോലെ അവിടുത്തെ തിരശ്ശീല ചിന്തിയപ്പോൾ, അതായത് യേശുക്രിസ്തുവിൻ്റെ ദേഹം എന്ന തിരശ്ശീല ചിന്തിക്കൊണ്ട് ജാതികൾക്കൊരു പുതുവഴി തുറക്കുകയായിരുന്നു. ജാതികൾക്ക് മാത്രമല്ല, യഹൂദന്മാർക്കും. സകല യഹൂദന്മാരും അല്ലെങ്കിൽ ഇസ്രായേലിയ ഗോത്രക്കാരെല്ലാം പ്രാകാരത്തിൽ വന്നു നിന്ന് സ്വോത്രം അല്ലേലിയൊക്കെ പറഞ്ഞ് വീട്ടിൽ പോകണമായിരുന്നു. അതേസമയം അവർക്കെല്ലാം കൃപ പ്രാപിപ്പാൻ ഇപ്പോൾ കൃപാസനത്തെങ്കിലേക്ക് അടുത്തു വരാം. ലേവി കുലത്തിൽപ്പെട്ട അഹ്റോന്റെ പുത്രന്മാർക്കും ഒന്നുമല്ല അവിടെ കടന്നു വരാൻ കഴിയുന്നത്. വീണ്ടെടുപ്പ് പ്രാപിച്ച സകല മനുഷ്യർക്കും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാൻ കഴിയുമെന്നുള്ള ആ ഗുഡ് ന്യൂസ്, ആ സദ്വർത്തമാനം സകല മനുഷ്യരും കേൾക്കുകയായിരുന്നു. കേട്ടവരെല്ലാം അത് പ്രയോജനപ്പെടുത്തിയില്ല. ഒരുപറ്റം ആൾക്കാർ അത് പ്രയോജനപ്പെടുത്തി. 1-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം അങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താ? ഇങ്ങനെയൊക്കെയാണ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആലയവുമായി ബന്ധപ്പെട്ട് പ്രാരംഭമായി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ മെസ്സേജ് ആരംഭിച്ചപ്പോൾ തുടക്ക സമയത്ത് ഞാൻ പറഞ്ഞു, തെക്കൻ കേരളത്തിലുള്ള ഒരു പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ ന്യൂ ജനറേഷൻ ഒന്നുമല്ല, അസൽ പെന്തിക്കോസ്ത്, പവൻമാറ്റ് പെന്തിക്കോസ്ത്, ദൈവമക്കൾക്ക് ഒത്തുകൂടാൻ വേണ്ടി അവരുടെ ഒരു ഷെൽട്ടർ എന്നുള്ള നിലയിൽ, ഒരു ഗ്യാതറിംഗ് സെൻറ്റർ എന്നുള്ള നിലയിൽ ഒരു കെട്ടിടം പണിതിരിക്കുന്നു.
ആ കെട്ടിടം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അതിനൊക്കെ പ്രാപ്തമാക്കിയ വലിയവനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ അവർ ഒത്തുകൂടുന്ന കാര്യം ഒരു പരസ്യത്തിലൂടെ ലോകക്കാരെ എല്ലാം അറിയിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് വന്നെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അത് നമ്മുടെ കയ്യിലും കിട്ടി. നമ്മളത് ഇവിടെ ഇങ്ങനെ കാണിച്ചു. അതൊക്കെ നമ്മൾ കാണിച്ചിട്ട് അതിൻ്റെ ശരിയായൊരു വിശദീകരണത്തിലേക്ക് കടന്നുപോയി. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിക്കുമെന്ന്. എന്നാൽ അത് അങ്ങനെ സംഭവിച്ചു. ഗൗരവമായ ഒരു പഠനം അതിലൂടെ വെളിപ്പെട്ടു വന്നു. അവിടെ ഈ പറഞ്ഞ സമാഗമന കൂടാരമൊക്കെ ചെറിയ തോതിൽ പറഞ്ഞു. അതിന് മുൻപിലിരിക്കുന്ന യാഗപീഠം, വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിന് ഒരൊറ്റ യാഗപീഠമേ ഉള്ളൂ. സമാഗമന കൂടാരത്തിന് മുൻപിലിരിക്കുന്ന താമ്രയാഗപീഠം, അത് കഴിഞ്ഞ് യെരുശലേം ദൈവാലയത്തിന് മുൻപിലിരിക്കുന്ന താമ്രയാഗപീഠം, ഈ 2 യാഗപീഠങ്ങളും വിരൽ ചൂണ്ടുന്നത് കാൽവറിയിലെ ക്രൂശിലേക്കാണെന്നുള്ള വലിയ സത്യം നമ്മൾ കണ്ടെത്തുകയായിരുന്നു. അതായത് വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ഈ ഒരേ ഒരു യാഗപീഠമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇസ്രായേലിയൻ ഉലകത്തിൽ എവിടെയാണെങ്കിലും ഈ യാഗപീഠത്തിൻ്റെ അവിടെ വരണം. ആണ്ടോടാണ്ട് നടക്കുന്ന പാവപരിഹാര യാഗത്തോടുള്ള ബന്ധത്തിലാണ് അവരുടെ വീണ്ടെടുപ്പ്. അത് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പല്ല, തുടർമാനമായി എല്ലാ ആണ്ടിലും നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിൻ്റെ പരിസമാപ്തി എന്നോണം ഏകദേശം 1400 ചില്ലുവാനും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സകല ലോകത്തിൻ്റെയും പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാടെന്ന നിലയിൽ ഈ ഭൂമിയിൽ ഭൂജാതനായി. അങ്ങനെ പിന്നത്തേതിൽ പൊന്തിയോസ് പിലാത്തോസിൻ്റെ നാളുകളിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അങ്ങനെ പിന്നത്തേതിൽ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണ നിമിത്തം നമുക്ക് വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. സകലരുടെയും വീണ്ടെടുപ്പ് കാൽവറി ക്രൂശ് വഴി സാധിപ്പിക്കുകയാണ്. അത് വിശ്വാസത്താൽ നമുക്ക് കരസ്ഥമാക്കാം. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവരുടെ സമാഗമന കൂടാരത്തിന് മുൻപിലിരിക്കുന്ന യാഗപീഠം വഴിയാണ് അവരുടെ വീണ്ടെടുപ്പെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് യെരുശലേം ദേവാലയത്തിന് മുൻപിലിരിക്കുന്ന യാഗപീഠം വഴിയാണ് വീണ്ടെടുപ്പെന്ന് പറഞ്ഞു. പിന്നത്തേതിൽ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണ നിമിത്തം കാൽവറിയിൽ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഴു ലോകത്തിൻ്റെയും പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാടെന്നുള്ള നിലയിൽ ഈ ഭൂമിയിൽ ഭൂജാതനായി. അങ്ങനെ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ബലിമരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം ലഭിക്കുമെന്ന് പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ നാമാണ് ദൈവത്തിൻ്റെ സഭയെന്നും നാമാണ് ദൈവത്തിൻ്റെ മന്ദിരമെന്നും പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ സൂചിപ്പിച്ച കാര്യമായിരുന്നു. അതായത് ഈ കാലഘട്ടത്തിൽ നാം ആകുന്ന മന്ദിരത്തിൽ യാഗപീഠമുണ്ട്. യാഗപീഠം മീൻസ് കാൽവറിയിലെ ക്രൂശ്, അഥവാ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. ക്രൂശിൻ്റെ വചനങ്ങൾ നമ്മിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. നാം അനുദിനം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുന്നവരാണ്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, എല്ലാ ഇടങ്ങളിലും നമ്മൾ ക്രൂശിൻ്റെ സന്ദേശവാഹകരാണ്. വലിയവനായ ദൈവം നമ്മെ ഓരോരോ സ്ഥലങ്ങളിൽ ആക്കി വെച്ചിരിക്കുന്നു. ആ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന മേഖലകളാകാം, ബിസിനസ് ചെയ്യുന്ന മേഖലകളാകാം, അല്ലെങ്കിൽ മറ്റ് നിർമ്മാണ മേഖലകളാകാം, എവിടെയാകട്ടെ അവിടെയൊക്കെ അത്യുന്നതനായ ദൈവത്തിൻ്റെ മന്ദിരം നാം ഓരോരുത്തരുമാണ്. നാം ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എത്ര പഠിപ്പുള്ളവരാണെങ്കിലും പാമരന്മാരാണെങ്കിലും ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെങ്കിൽ നിശ്ചയമായും അതിൽ ദൈവസാന്നിധ്യമുണ്ട്. അതിൽ ഈ പറയുന്ന ഉപകരണങ്ങളെല്ലാം ഉണ്ട്. ആ ഉപകരണങ്ങൾ മീൻസ് അതിനെല്ലാം ആത്മീയ അർത്ഥങ്ങളാണ്. ആ ആത്മീയ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഗൗരവത്തിലേക്ക് വരണം. അതിനാണ് ഈ പഠനങ്ങളിലേക്ക് നമ്മൾ വരുന്നത്. അതിനാണ് ഇതിൻ്റെ പഠനങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോയത്. എന്നാൽ ആ മെസ്സേജുകൾ പിന്നത്തേതിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ധാരാളം പേര് കണ്ടു തുടങ്ങി. അത് ഈ പറയപ്പെട്ട സഭയിലെ ശുശ്രൂഷകനും ആരൊക്കെയോ അയച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹം അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ സങ്കടം വന്നു. സ്വാഭാവികമാണ്. അവർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പിക്ചർ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. അപ്പോൾ അദ്ദേഹം നെക്സ്റ്റ് ഡേയിൽ, അതായത് സൺഡേ നമ്മൾ ഈ മെസ്സേജ് അപ്ലോഡ് ചെയ്തു. മൺഡേ അദ്ദേഹം എന്നെ കോൾ ചെയ്തു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കുറേയധികം സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ അദ്ദേഹം എൻ്റെ മുമ്പിൽ നിരത്തി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ സംസാരം വന്ന് വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും ഞങ്ങളുടെ സംസാരം പര്യവസാനിപ്പിച്ചു. അപ്പോൾ ആ സംസാരത്തിനിടയിൽ അദ്ദേഹം ഉയർത്തിയ ഒരാശയമുണ്ട്. ഇങ്ങനെയൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്നെ ഒന്ന് അറിയിക്കാൻ പാടില്ലായിരുന്നു എന്ന് ന്യായമായൊരു ചോദ്യം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ന്യായമായൊരു ചോദ്യമാണ്. ആ ലോക്കൽ ചർച്ചിൻ്റെ പാസ്റ്റർ എന്നുള്ള നിലയിൽ അങ്ങയെ അറിയിക്കുക എന്നുള്ളതൊരു മര്യാദയാണ് സ്വാഭാവികമായിട്ടും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലരോടും പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ അന്നേരം പറഞ്ഞത് വേറെ പണിയില്ലേ, പോയി പണി നോക്കുന്നുള്ള രീതിയിലാണ് നമ്മളോട് പറയാറുള്ളൂ. നമ്മൾ പലരെയൊക്കെ ധരിപ്പിക്കാറുണ്ട് പല കാര്യങ്ങൾ, പല രീതിയിൽ മെസ്സേജുകൾ പാസ് ചെയ്യാറുണ്ട്. അത് ഇന്നു വരെ ഒരു മനുഷ്യരും കൈക്കൊണ്ടിട്ടില്ല. സ്നേഹിത, ഞങ്ങളൊന്ന് ശ്രദ്ധിക്കാം എന്നുപോലും ഒരു മനുഷ്യർ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാന്നുള്ള രീതിയിലാണ് എല്ലാവരും പെരുമാറുന്നത്.
ഞങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കും, താങ്കൾ ഇതൊന്നും ചോദ്യം ചെയ്യാൻ വരണ്ട എന്നുള്ളതാണ് പൊതു പെന്തക്കോസ്റ്റ് ലോകത്തെയും, അല്ലെങ്കിൽ വെളിയിൽ പോവാം ന്യൂ ജനറേഷൻ പെന്തക്കോസ്റ്റിൻ്റെയും ചിന്താഗതികൾ അങ്ങനെയാണ്. ഇവരെല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. അത് തന്നെയല്ല, ഞാൻ ദൈവസനത്തിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ആ പിക്ചറിലേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെയാണ് ഞാൻ കണ്ടത്. എൻ്റെ കണ്ണിൽ ഉടക്കിയത് ഈ ശുശ്രൂഷകനോ അവിടുത്തെ ലോക്കൽ ചർച്ചോ ഒന്നും എൻ്റെ ചിന്താമണ്ഡലത്തിൽ കടന്നു വന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നപ്പോൾ ആ വലിയ ഒരു സമൂഹം, ആ സമൂഹത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ സംസാരിച്ചത്. ആ മെസ്സേജ് കേൾക്കുന്നവർക്ക് അറിയാം. അത് കഴിഞ്ഞ് അതിൻ്റെ സംസാരം മുന്നോട്ട് വരുമ്പോൾ മുഴുവൻ പെന്തിക്കോസ്റ്റ് ലോകത്തെയും മുൻനിർത്തിക്കൊണ്ട് നമ്മൾ സംസാരിച്ചു. എല്ലാ പെന്തിക്കോസ്റ്റുകാരും ഇങ്ങനെ തന്നെയാണ് ഏറെക്കുറെ പറയുന്നത്. അതായത് ഈ കെട്ടിടങ്ങൾ പണിതിട്ടത് അതിൻ്റെ സമർപ്പണത്തോടൊക്കെയുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ 90% എബവ് ആളുകളും പറയുന്നത് ദൈവാലയ സമർപ്പണമെന്നും ആലയ സമർപ്പണമെന്നും ആലയ പ്രതിഷ്ഠ എന്നും അങ്ങനെയൊക്കെയാണ് സാധാരണ പറയുന്നത് എല്ലായിടത്തും. അപ്പം നമ്മളതിനൊരു തിരുത്തെന്നുള്ള നിലയിലാണ് സംസാരിച്ചത്, തിരുത്തെന്നുള്ള നിലയിൽ. അങ്ങനെ ഞാൻ ആ ദേവദാസനോട് പറഞ്ഞു, ഒരിക്കലും നിങ്ങളെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാനല്ല ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ആരെയും ഹരാസ് ചെയ്യാനല്ല, ആരെയും വിഷമിപ്പിക്കാനല്ല. ദൈവരാജ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന വിശുദ്ധന്മാർ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് അവർ നല്ല ബോധ്യത്തിലും ഉറപ്പിലും നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ അധ്വാനിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ അതിശക്തമായി ഞങ്ങൾ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നവരാണ്. ഈ കാര്യങ്ങളെ അനേകരുടെ മുമ്പാകെ പ്രസന്റ് ചെയ്യുന്നവരാണ്. പല ഡിനോമിനേഷനുകളിൽപ്പെട്ട ആളുകൾ ഇത് കേട്ടിട്ട്, എന്തിനാ ഔട്ട്സൈഡിലുള്ള ആളുകൾ, മർത്തോമക്കാർ, യാക്കോബക്കാർ, മറ്റിതര CSIക്കാർ എന്ന് വേണ്ട, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പള്ളിയിലൊന്നും ഒരിക്കലും കേട്ടിട്ടില്ല. ഞങ്ങളെല്ലാം ധരിച്ചു വശായിരിക്കുന്നത് ഞങ്ങളുടെ പള്ളിയാണ് ശോഭ നിറഞ്ഞൊരാലയമെന്നാണ്. അതായത് ഞാൻ ഉൾപ്പെട്ടു നിന്ന് ആ സമൂഹത്തിൻ്റെ കുർബാന ആരംഭിക്കുന്ന ഇങ്ങനെയാണ്, ശോഭ നിറഞ്ഞൊരാലയത്തിൽ വസിക്കുന്ന പരിശുദ്ധനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മദ്ബഹായുടെ അകത്ത് നിന്ന് ആ കുർബാനയുടെ ഗീതം ഇങ്ങനെ ചൊല്ലി പുറത്തേക്ക് വരുന്നത്. ഈ പള്ളിയൊക്കെ കാണുമ്പോൾ നമ്മളും നമ്മുടെ പൂർവന്മാരൊക്കെ കുരിശു വരയ്ക്കുമായിരുന്നു. പള്ളി വേണ്ട, ഒരു കുരിശടി കണ്ടാൽ മതി, കുരിശു വരച്ചിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ലോകത്ത് നിന്ന് പുറത്തു വന്ന മനുഷ്യരാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ പെന്തിക്കോസ്റ്റ് പിന്നെയും പഴയ വഴിയിലേക്ക് തിരിഞ്ഞു പോകുന്ന കാഴ്ചകൾ, കാര്യങ്ങൾ ഒരു ലാഘവത്തിലേക്ക് പോകുന്നത് പോലെ നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെ സവിസ്തരം പ്രസ്താവിക്കുന്നത്. ഒരു പഠനത്തിന് വേണ്ടി, ടീച്ചിങ്ങിന് വേണ്ടി ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നത്. എനിവേ, അങ്ങനെ ഞാനും ഈ ദേവദാസനുമായിട്ട് ആ സംസാരം അതിൻ്റെ മുന്നോട്ട് വന്നപ്പോൾ, ആ ദേവദാസൻ പഠിച്ചതൊക്കെ ബാംഗ്ലൂരിലാണ്. അദ്ദേഹം ഉന്നതമായ പഠനങ്ങളുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഇന്ന് താൻ പഠിച്ച ആ ജോലിയോടുള്ള ബന്ധത്തിൽ വിദേശത്തൊക്കെ വലിയ സാലറിയിൽ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു മാന്യദേഹമാണ്. എന്നാൽ പിന്നത്തേതിൽ അദ്ദേഹം ആ കാര്യങ്ങളെയൊക്കെ മാറ്റിവെച്ചിട്ട് വിളി ലഭിച്ചപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദേവദാസനാണ്. അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന് ചില ഗ്രാമങ്ങളിലൊക്കെ പ്രവർത്തിച്ച് പിന്നത്തേതിൽ കേരളത്തിലെത്തി. അങ്ങനെ ഏതൊക്കെയോ സഭകളിൽ താൻ ഉത്തരവാദിത്വത്തിലിരുന്ന് ഇപ്പോൾ ആയിരിക്കുന്ന ആ പറയപ്പെട്ട ചർച്ചിൽ താൻ കടന്നു വന്നതിന് ശേഷം തൻ്റെ അധ്വാനവും ഓട്ടമൊക്കെ ഉണ്ട് ആ ബിൽഡിങ് എൻ്റെ നിർമ്മിതിക്ക് വേണ്ടി. എന്തൊക്കെയാണെങ്കിലും ഞാനത് മനസ്സുകൊണ്ട് ഒരു ദൈവദാസൻ ഏതിലെല്ലാം ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ടാവും, ആരോടെല്ലാം സംസാരിച്ചിട്ടുണ്ടാകും, രാപ്പകലില്ലാതെ അതിനെ അധ്വാനിച്ചിട്ടുണ്ടാകും. തൻ്റെ ആ അധ്വാനത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് ആ കെട്ടിടം എന്ന് പറയുന്നത്. അതിന് എനിക്ക് തർക്കമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ആ സംസാരത്തിൻ്റെ ഒടുവിലേക്ക് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരിക്കലും അങ്ങേ ടാർഗറ്റ് ചെയ്തൊരു വാക്കുപോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ ഒരു ചിന്ത നമുക്കില്ല. പക്ഷേ നമ്മൾ തമ്മിലുള്ള ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നു അങ്ങയ്ക്ക് അത് വിഷമമായിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ നിരുപാധികം അങ്ങയോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ആ കാര്യങ്ങൾ കാണിച്ചത് അങ്ങയ്ക്ക് ഒരു വ്യഥയ്ക്ക് കാരണമായി. പക്ഷേ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവവചനപ്രകാരം വളരെ കൃത്യതയുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് ഒരു വള്ളി മാറ്റേണ്ട കാര്യങ്ങളില്ല. എന്നെക്കാളും വളരെ പ്രായം കുറഞ്ഞൊരു ദൈവദാസനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പ്രായം കൊണ്ട് മുതിർന്നയാളാണ് ഞാൻ എന്ന് പറഞ്ഞല്ലോ. ഒരു മനുഷ്യനെയും വേദനിപ്പിക്കാൻ നമുക്ക് ആർക്കും ആഗ്രഹമില്ല. അങ്ങനെ ഒരു കാര്യത്തിനല്ല നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പലർക്കും ചിന്ത വരും, ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഇങ്ങനെയുള്ള കോസ്റ്റുകളെ കുറിച്ചൊക്കെ നിങ്ങൾ പലതുമൊക്കെ പറയാറുണ്ടല്ലോ എന്ന്. അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്.
അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അവിടെയൊന്നും നമുക്ക് എന്താ പറയുക, ഒരു നോവും തോന്നാറില്ല. കാരണം എന്താ? അനേകർ വഞ്ചിക്കപ്പെടുകയാണ്. ആ വഞ്ചിക്കപ്പെടുന്ന ജനത്തെ സത്യമാർഗത്തിലൂടെ നടത്താൻ വേണ്ടിയാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നതും അധ്വാനിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് അവിടെയൊന്നും കോംപ്രമൈസ് ചെയ്യുന്ന വിഷയമില്ല, അവിടെയൊന്നും മനസാക്ഷിക്കുത്തുമില്ല. ഇവിടെയും ഒരു അശേഷം എനിക്ക് മനസാക്ഷിക്കുത്തില്ല ചെയ്ത കാര്യം. അത് ഞാനിപ്പോൾ വിശദീകരിക്കാം. എനിവേ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഞാൻ ആ സഭയെയും ദൈവദാസനെയും ഒക്കെ എൻ്റെ ആശംസയെ അറിയിച്ച് അവിടുത്തെ ശുശ്രൂഷകൾ വിസ്തൃതമായി തീരട്ടെ, അനേകായിരങ്ങൾ ദൈവദാസൻ്റെ ശുശ്രൂഷയിലൂടെ ക്രൂശിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സ്നേഹത്തോടെ പിരിഞ്ഞു. ദൈവം അനുവദിച്ചാൽ നമുക്ക് ഇനി മുഹ്താവിൽ കാണാം. ഞാൻ നാട്ടിൽ വരുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാൻ ദൈവം ഇടയാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം വൈകിട്ട് അതേ സ്ഥലത്ത് നിന്ന് അതേ സഭയിലെ ഒരു സഹോദരൻ വിളിച്ചപ്പോൾ ഒരാളല്ല പലരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ലൗഡ് സ്പീക്കറിലാണ് ഇട്ടിരിക്കുന്നത്, അപ്പോൾ പലരുടെയും സംസാരം കേൾക്കാം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിനോടുള്ള ബന്ധത്തിലാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ പിക്ചറൊക്കെ കാണിച്ചത്, അത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു വന്നു. എന്നിട്ട് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെല്ലാം പറയാനാണെങ്കിൽ സമയം ഒത്തിരി പോകും. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരൻ ആ പ്രസംഗം കേട്ടിരുന്നോ എന്ന് ചോദിച്ചു. ആ പ്രസംഗമൊന്നും അങ്ങനെ അധികം കേട്ടിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യത്തെ 4 മിനിറ്റിലാണ് ഈ പിക്ചർ കാണിക്കുന്നത്. 6-7 മിനിറ്റ് കഴിയുമ്പോൾ ആ ടോപ്പിക്ക് വിട്ടു. നമ്മൾ വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നുപോയി. സഭയാമാലയം എന്നുള്ളൊരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നുപോയി. അപ്പോൾ ആദ്യത്തെ 4 മിനിറ്റാണ് ഇവർ പലരും കണ്ടിട്ടുള്ളൂ. ആദ്യത്തെ ഒരു 3-4 മിനിറ്റാണ് ഇവർ പലരും കണ്ടിട്ടുള്ളൂ. അത് വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചു വരുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പിക്ചർ കാണിച്ചിട്ടാണ് നമ്മൾ ആളുകളോട് അതിൻ്റെ ഗൗരവം പറഞ്ഞ് കേൾപ്പിച്ചത്. നമ്മുടെ കയ്യിൽ പബ്ലിക്കിലൂടെ സഞ്ചരിച്ചു വന്ന ഒരു സംഭവമാണല്ലോ. ഞങ്ങളാരും ക്രിയേറ്റ് ചെയ്ത ഒരു ബ്രോഷർ അല്ല അത്. ഞങ്ങൾ അഡീഷണലായിട്ട് അതിനകത്ത് ആരുടെയും പിക്ചറും വെച്ചില്ല, ഒരു വാക്കും മാറ്റിയില്ല. ഞങ്ങൾ അഡീഷണലായിട്ട് പിക്ചറോ വീഡിയോയോ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ആ ഉള്ള സംഭവം വെച്ചിട്ടാണ് പറഞ്ഞത് ഇത് ഇങ്ങനെയാണ്. എന്നാൽ നമ്മൾ പഠിച്ചത് അങ്ങനെയല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് എന്താണ് പറയുന്നതെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. നമ്മുടെ പ്രിയ വർഗീസ് ബ്രദർ കറക്റ്റായിട്ടുള്ളൊരു ആൻസർ പറഞ്ഞു. ബാക്കി എല്ലാവരും പറഞ്ഞ ആൻസർ മോശമാണെന്നല്ല, അത് കണ്ടിട്ട് എല്ലാവരും റേസ് ചെയ്തൊരു ആശയമുണ്ട്. പൊതുവിൽ ഈ പെന്തക്കോസ്ത് ലോകം അവരുടെ എല്ലാ കാര്യങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെയും അതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ക്ഷണിക്കുകയും അവരെ ഈ ശുശ്രൂഷകളുടെ ഭാഗമാക്കുകയൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതിലെ ഒരു താല്പര്യക്കുറവ് പലരും പറഞ്ഞു. എന്നാലും ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിച്ചില്ലായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ സഹോദരനുമായിട്ട് ഞാൻ സംസാരിക്കാനിടയായി. അങ്ങനെ സംസാരിച്ച് മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആ പിക്ചർ കാണിക്കാതെ ഈ കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ലായിരുന്നു, ഞങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങൾ പിക്ചർ കാണിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം, ഞങ്ങൾ തമ്മിലൊരു സംസാരം ഞാൻ ചുരുക്കി പറയുന്ന കേട്ടോ, അതിൻ്റെ ഫൈനലായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇമ്മീഡിയറ്റ് ആയിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്യണം യൂട്യൂബിൽ എന്ന് പറഞ്ഞു. ആ വീഡിയോ യൂട്യൂബിൽ കാണാൻ പാടില്ല, അത് മാറ്റിക്കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത് ആലോചിക്കുക പോലും വേണ്ട, ചിന്തിക്കുക പോലും വേണ്ട, അത് മാറ്റുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം അതിനകത്ത് മുഴുവനും ദൈവവചനമാണ് പറഞ്ഞിരിക്കുന്നത്, വളരെ കൃത്യമായ ദൈവവചനമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് ആ മെസ്സേജ് പറഞ്ഞ് പിന്നത്തേതിൽ അത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത് ഇത്രത്തോളം ആളുകൾ കണ്ടിട്ട് ചിലരെല്ലാം കമൻസിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ചർച്ചസിലൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഞങ്ങൾക്ക് ഇതൊക്കെ പുതുമയുള്ള കാര്യങ്ങളാണ്, ഞങ്ങൾക്കിത് പഠിക്കാനായിട്ട് സാധിക്കുന്നു, വലിയ ഉപകാരം എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പറഞ്ഞ കമൻ്റ് അതിനകത്ത് കിടപ്പുണ്ട്. ഞാൻ ഒരിക്കലും അറിയാത്ത ആളുകളാണ്, അവരെവിടുത്തുകാരാണോ ആരാണോ ഒന്നും എനിക്കൊരു പിടിയില്ല. അവരുടെ സന്തോഷ നിമിത്തമാണ് അവിടെ അത് കുറിച്ച് വെച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു വീഡിയോ എങ്ങനെ റിമൂവ് ചെയ്യും? അപ്പം ഞാൻ ആ സഹോദരനോട് വീഡിയോ റിമൂവ് ചെയ്യാൻ പറ്റില്ല. തുടക്കത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നലെ ബഹുമാനപ്പെട്ട പാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, ഞങ്ങൾ തമ്മിൽ വളരെ സൗഹാർദ്ദമായി പിരിഞ്ഞു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതൊന്നും അവർ കൂട്ടാക്കുന്നില്ല. അവർ കമ്മിറ്റിക്കാരായിരിക്കും, ഈ വട്ടം കൂടിയിരുന്നവർ കമ്മിറ്റിക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കമ്മിറ്റിക്കാരൊന്നടങ്കമാണ് ഈ പറയുന്ന റിമൂവ് ചെയ്യാനായിട്ട്. സഹോദരങ്ങളെ, എന്തിനാണ് ഇപ്പോൾ ഇത് പറഞ്ഞെന്നറിയാവോ? പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. ആ മെസ്സേജ് 1 മണിക്കൂറും ചില്ലറയുമാണ്. ഒരു 3/4 മണിക്കൂറെങ്കിലും കേട്ടിരുന്നെങ്കിൽ ആ സഹോദരന് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവൻ്റെ ദാസൻ എന്ന നിലയിൽ എന്നോട് അത്രയും സംസാരിക്കാനുള്ള ധൈര്യം കിട്ടുമായിരുന്നു.
സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ദാസനോട് ആ മെസ്സേജ് നീക്കണമെന്ന് പറയാൻ എന്താണ് അദ്ദേഹത്തിന് ധൈര്യം കിട്ടിയത്? അതാണ് ഇന്നത്തെ പെന്തിക്കോസ്ത് ജഡത്തിലാണെന്ന് പറയുന്നതിൻ്റെ കാരണം. നോക്കണം, ഇന്നത്തെ പെന്തിക്കോസ്ത് ജഡത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം അതിൽ പറഞ്ഞ ആ സത്യവചനങ്ങൾ, ഗൗരവമായ പഠനങ്ങൾ, ആഴമേറിയ വെളിപ്പാടുകൾ, അതൊന്നും അവരെ സ്പർശിക്കുന്നില്ല. അവരുടെ ആ പിക്ചർ നമ്മൾ അങ്ങനെ കാണിച്ചത് നിമിത്തം അവർക്ക് വേദനിച്ചെന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ഞാനും ആ ദൈവദാസനും നല്ല സ്നേഹത്തിലാകട്ടോ സഹോദരങ്ങളെ സംസാരിച്ച് പിരിഞ്ഞത്. ഞാനിത് പൊതു പെന്തക്കോസ് ലോകത്തെ മുൻനിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ആ ദൈവദാസൻ ഇത് കേൾക്കുമ്പോൾ ഒരിക്കലും അലോസരം തോന്നാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പരിപാലനത്തിലുള്ള ആട്ടിൻകൂട്ടം സംസാരിച്ച സംസാരമാണ്, അവരുടെ രീതിയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തത്. അവർ അത്ര ഗൗരവത്തിൽ അത് പറയണമെങ്കിൽ ഇപ്പം ഞാനത് പറഞ്ഞു, ബുദ്ധിമുട്ടാണ് സഹോദര, അതൊരിക്കലും നീക്കം ചെയ്യില്ല, ഇത് ദൈവവചനമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് എടുത്ത വഴിക്ക് പറയാം, നിങ്ങളൊരു പെന്തിക്കോസ്തുകാരനെ അല്ല, നിങ്ങൾ ഒരു പെന്തക്കോസ്തുകാരനല്ല, നിങ്ങൾ എന്തോ ഒരു കാബഡ്ഡി ഉള്ളവനാണെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തൊക്കെയോ വാക്കുകൾ അദ്ദേഹം പറയാനായിട്ട് പരിശ്രമിച്ചത്. അതായത് ഞാൻ ഒരു പെന്തക്കോസ്തുകാരനാണെന്നോ എൻ്റെ ശുശ്രൂഷയോ ആ കാര്യങ്ങളെയൊന്നും പുള്ളി അംഗീകരിക്കുന്നില്ല. അവരുടെ പിക്ചർ കാണിച്ച നിമിത്തം അദ്ദേഹത്തിന് എന്നെ ഉൾക്കൊള്ളാനോ എൻ്റെ ശുശ്രൂഷയെ ഉൾക്കൊള്ളുവാനോ ഞാനൊരു ദൈവത്തിൻ്റെ ദാസനാണെന്നോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിലുള്ളൊരു പെന്തിക്കോസ്തുകാരനാണെന്ന് പോലും പുള്ളി അംഗീകരിക്കുന്നില്ല. വേറെ എന്തൊക്കെയോ വാക്കുകളാണ് പുള്ളി ചിന്തിച്ചത്. തൽക്ഷണം അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ ആ ഭാഗം അവിടെ അവസാനിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാനും ഈ ദൈവദാസനും തമ്മിൽ തലേദിവസം സംസാരിച്ച ആ ഒരു ചിന്തയിൽ എൻ്റെ ഉള്ളിലൂടെ കടന്നു പോയിരുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമാണ്. വചനപ്രകാരം അതിനകത്ത് ഇവർക്ക് ആർക്കും ഒന്നും ചോദ്യം ചെയ്യാൻ കഴിയില്ല. പക്ഷേ ആ ദൈവദാസൻ കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം എന്നോട്, ഞാൻ വളരെ കഷ്ടസഹിച്ച് അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും എത്തിച്ചതും ആ പിക്ചറൊക്കെ ഉണ്ടാക്കാൻ ഒരു DTP സെൻറ്ററിൽ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്തു വന്നതാണ്. അത് മനുഷ്യന് ഉപകാരത്തിനായി തീരാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്തത്, അല്ലേ? എല്ലാവരും നിർദോഷമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അല്ലാതെ ഇതൊന്നും ഒരു കോംപ്ലിക്കേറ്റഡായ സബ്ജക്റ്റായി തീരണമെന്നും ആഗ്രഹിച്ചല്ല ഒരു ദൈവദാസന്മാരും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്നിലെ ഒരു ദൈവ പൈതൽ എൻ്റെ ഉള്ളിലൊരു ആർദ്രത വന്നു. ഞാൻ അന്നേരം മുതൽ ചിന്തിക്കുകയായിരുന്നു, ഇപ്പോൾ ഇത് അനേകായിരം പേർക്ക് പ്രയോജനമുള്ള കാര്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കൂട്ടു സഹോദരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ദൈവസഭയിൽ ഒരു ശുശ്രൂഷകനാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാനസിക വ്യഥയുണ്ടെങ്കിൽ ഇത് ഇനി അനേകർക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിലും സാരമില്ല, അത്രയും ഭാഗം ആ പിക്ചർ അങ്ങ് മാറ്റിക്കളയാം, പകരം വേറൊരു പിക്ചർ അവിടെ വെക്കാം എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു. ഈ വിളിച്ച കമ്മിറ്റിക്കാരെന്ന് പറയുന്ന പുള്ളികൾ എന്നോട് പറയാമെന്ന് വിചാരിച്ചോ? യഥാർത്ഥ പെന്തിക്കോസുകാർ അവരാണെങ്കിൽ എങ്ങനെയായിരുന്നു പറയേണ്ടത്? ദൈവദാസനെ ഇങ്ങനൊരു സംഭവം ഞങ്ങളുടെ പാസ്റ്റർ സംസാരിച്ചല്ലോ, അപ്പം ഞങ്ങളുടെ ഉള്ളിലൊരു ചിന്ത വരുന്നത്, ഞങ്ങൾ അങ്ങോട്ട് പറയുകയാണ്, ആ പിക്ചർ ഞങ്ങൾക്കൊരു സങ്കടത്തിന് കാരണമാണ്, അതുകൊണ്ട് അതൊന്ന് റിമൂവ് ചെയ്യാമെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ തൽക്ഷണം ആ സഹോദരന്മാരോട് ഞാൻ പറയില്ലേ, ഇനി 1000 പേരോ 10,000 പേരോ കണ്ടില്ലേലും വേണ്ടില്ല, നമ്മളായിട്ട് ആ സഹോദരങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അത് ഞാൻ റിമൂവ് ചെയ്യാമെന്ന് തന്നെ പറഞ്ഞേനെ. അദ്ദേഹം എന്നോട് ആജ്ഞാസ്വരത്തിൽ പറഞ്ഞാൽ ഞാൻ നീക്കുവോ? ഞാൻ അവരുടെ ആസ്ഥാനത്ത് ആയിരക്കണക്കിന് പാസ്റ്റേഴ്സ് ഉണ്ട്. അവർക്ക് ആ പാസ്റ്റേഴ്സിനെ എല്ലാം നിരത്തി നിർത്തിക്കൊണ്ട് അവരുടെ മുമ്പിൽ നിന്ന് ഒറ്റയാളായിട്ട്, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഒറ്റയാളുടെ സപ്പോർട്ട് വേണ്ട, ഒറ്റയാളായി നിന്ന് ഞാൻ വിളിച്ചു പറയും, അത്യുന്നതനായ ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. അത് പറയാനുള്ള അഭിഷേകം എൻ്റെ മേലുണ്ട്. ഇവിടുത്തെ മുഴുവൻ പെന്തിക്കോസുകാരെ നിരത്തി നിർത്തിക്കൊണ്ട് ഞാനത് പറയും. അതിനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് ഇറങ്ങരുതല്ലോ. പിന്നെ എങ്ങനെയാണ് നമ്മൾ പൊതുലോകത്തോട് നിങ്ങൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചില്ലെങ്കിൽ നിത്യശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് പബ്ലിക്കിനോട് എങ്ങനെ പറയും? പബ്ലിക്കിനോട് പറയാനായിട്ട് പ്രാഗൽഭ്യം വേണമെങ്കിൽ ഇതിനകത്തുള്ളവരോടും പറയാൻ പ്രാഗൽഭ്യം വേണം. പറയാനായിട്ടുള്ള പ്രാഗൽഭ്യമുണ്ട്, അതിനുള്ള കൃപയും അഭിഷേകവും പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഞാൻ ആ ദൈവദാസനെയാണ് ഓർക്കുന്നത്. അദ്ദേഹം തനിക്ക് ഈ ലോകപരമായി ലഭിക്കാവുന്ന എല്ലാ കാര്യങ്ങളെയും വിട്ടുകളഞ്ഞ് കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും കിടക്കട്ടെ, അദ്ദേഹത്തെ എനിക്ക് മാനിക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഞാൻ ഗൗരവം കൊടുക്കുന്നു എന്ന നിലയിൽ ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ ആ രാത്രിയിൽ ആ പിക്ചർ റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ആ വീഡിയോയിൽ നിന്ന് അത് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് പാച്ച് വർക്ക് ചെയ്യാനോ പാകത്തിനുള്ള ഒരു അറിവ് എനിക്കില്ല. അതുകൊണ്ട് ഞാനത് കൈകാര്യം ചെയ്തപ്പോൾ അത് പാളിപ്പോയി.
ആ വീഡിയോ നമ്മൾ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ട് തൽസ്ഥാനത്ത് ഈ സെയിം വീഡിയോ തന്നെ ഈ പറഞ്ഞ പിക്ചറൊക്കെ മാറ്റിയിട്ട് പകരം വേറെ പിക്ചറൊക്കെ വെച്ചിട്ട് നമ്മൾ പിന്നെയും അപ്ലോഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ പലരും ചിന്തിച്ച് കാണും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോ ആണല്ലോ ഇത് പിന്നെയും വന്നത് എന്താണെന്ന്. ഇതാണ് അതിൻ്റെ പിന്നിൽ സംഭവിച്ച കാര്യം. ഇവിടെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഈ ഒരു ഫെലോഷിപ്പിനോടുള്ള ബന്ധത്തിൽ എന്ത് മുട്ടുസൂചി അനങ്ങിയാലും ഞാനതെല്ലാം നിങ്ങളോട് പറയാറുണ്ട്. ഒന്നും മറച്ചു വെക്കാറില്ല. ജയമാകട്ടെ പരാജയമാകട്ടെ എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു തുറന്ന പുസ്തകം എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. സകല കാര്യങ്ങളും എനിക്കൊന്നും മറച്ചു വെക്കാനില്ല. നമ്മളുടെ ഹൃദയ പരമാർത്ഥതയും നമ്മുടെ ഉദ്ദേശശുദ്ധിയൊക്കെ ദൈവസന്നിധിയിൽ ചോദ്യം ചെയ്യപ്പെടും എപ്പോഴും. ഓർക്കണം, നമ്മളിതൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് കാഹളം എപ്പോൾ ധ്വനിക്കും നമുക്കറിയില്ല. മരണമാണോ നമ്മളെ വിളിക്കുന്നതെന്ന് അറിയില്ല. അപ്പം നമ്മളെപ്പോഴും ആരാഞ്ഞു നോക്കണം. നമ്മളെപ്പോഴും ആരാഞ്ഞു നോക്കണം. ചുമ്മാ പറഞ്ഞിട്ട് പോവല്ല. ഞാനും ആരാഞ്ഞു നോക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയുമോ? ആദിമ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ അപ്പോസ്തലൻ യോഹന്നാൻ പത്മോസിൽ കിടക്കുമ്പോൾ 7 സഭകൾക്കൊരു ദൂത് എഴുതാൻ പറഞ്ഞു. 7 സഭകളെയും കുറിച്ചുള്ള ഒരു വെളിപ്പാട് യോഹന്നാന് ലഭിക്കുകയാണ്. അങ്ങനെ 7 സഭകളിലെ ആദ്യത്തെ സഭയായ എഫേസ്യ സഭയ്ക്കുള്ള ദൂത് പറയുമ്പോൾ എഫേസ്യ സഭയോടുള്ള ബന്ധത്തിൽ പറയുന്നത് അവരുടെ ഒരു കുറവാണ്. നീ ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണുപോയിരിക്കുന്നു. അപ്പോൾ മടങ്ങി വന്ന ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലാഞ്ഞാൽ നിന്റെ വിളക്ക് ഞാൻ എടുത്ത് മാറ്റുമെന്നാണ് എഫേസ്യ സഭയോട് പറയുന്നത്. ചില മേന്മയും അവരോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. നിക്കോലാവരുടെ ഉപദേശത്തെ അവർ തള്ളിക്കളയുന്ന കാര്യം അവിടെ പറയുന്നുണ്ട്. നോക്കണം, വെളിപ്പാട് പുസ്തകം എഴുതിയ കാലം മുതൽ കാഹളം എന്ന് ധ്വനിക്കുമോ അവിടം വരെയുള്ള കാലഘട്ടത്തിൽ എഫേസ്യ സഭയുടെ ആ പരാജയം അല്ലെങ്കിൽ ആ ന്യൂനത ബൈബിളിലുണ്ട്. അതെല്ലാവരും വായിക്കുകയല്ലേ. ആ കാലത്ത് എഫേസ്യ സഭയ്ക്ക് ഇന്നതുപോലൊരു ന്യൂനത സംഭവിച്ചു എന്നുള്ളൊരു കാര്യം പരിശുദ്ധാത്മാവിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ താഴേക്ക് വരുമ്പോൾ സർദീസിലെ സഭയെ കാണും. സർദീസിലെ സഭയെ വിളിക്കുന്ന ചത്ത സഭയെന്ന്. ആ സഭ അങ്ങനെ തന്നെ മുൻപോട്ട് പോയി. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ വെളിപ്പാട് ദിവസം വായിക്കാനായിട്ട് തുറക്കുമ്പോൾ, എൻ്റെ ദൈവമേ, ഞങ്ങളെ ചത്ത സഭയെന്നാണല്ലോ വിളിച്ചിരിക്കുന്നത്, അതിവിടെ എഴുതി വെച്ചിരിക്കുകയാണല്ലോ, ഇത് മായ്ച്ചു കളയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചാൽ വല്ല മാർഗമുണ്ടോ? നോക്കണം, കർത്താവ് തൻ്റെ സഭയോട് സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ ദൈവം സംസാരിക്കും. ആ ലോക്കൽ ചർച്ചിനോടുള്ള ബന്ധത്തിലല്ല നമ്മൾ അന്ന് സംസാരിച്ചത്. നമ്മൾ പൊതു പെന്തക്കോസ്റ്റ് ലോകത്തോട്, വിശേഷാൽ ആ സംഘടനയോടുമുള്ള ബന്ധത്തിലാണ് സംസാരിച്ചത്. ആ സംഘടനയുടെ തലപ്പത്തുള്ള ആളുകൾ മനസ്സിലാക്കാൻ പാകത്തിനാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷേ അതിൽ വേദന തട്ടിയത് അവിടുത്തെ പാവം ലോക്കൽ ശുശ്രൂഷകനായിപ്പോയി. അതിൽ വേദനിക്കേണ്ട ഒരു കാര്യമില്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതിൽ വേദനിക്കേണ്ട ഒരു കാര്യമുണ്ടോ? ഇല്ലെന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. എങ്കിലും ഒരു തർക്കത്തിന് ഞാൻ മുതിരുന്നില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞ ആ കാര്യം ശിരസ ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട്, ദൈവദാസനെ ക്ഷമിക്കണം, ദൈവമക്കളുടെ യഥാസ്ഥാപനമാണ് എൻ്റെ ലക്ഷ്യം, അവർ ഈ ആത്മീയ സത്യങ്ങൾ അറിയണം, അതുകൊണ്ട് ഈ കാര്യങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് എനിക്ക് ഇത് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇവിടെ ചില വചനങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, അതായത് ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വമാണ് അവിടെ കാണുന്നത്. ശുശ്രൂഷകന്മാർ ശുദ്ധവും അശുദ്ധവും വേർതിരിക്കണം. ശുശ്രൂഷകരുടെ ഉത്തരവാദിത്വമാണ് ഈ വക കാര്യങ്ങൾ. അത് കഴിഞ്ഞ് എസെക്കിയേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ സഹോദരങ്ങളെ, എസെക്കിയേൽ 44:23 അവിടെ നമ്മൾ കാണുന്നത്, അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം. അപ്പോൾ അവിടെ 2 വാക്കുകൾ ഉപയോഗിച്ചു, വിശുദ്ധമായതും സാമാന്യമായതും. അതായത് സാമാന്യമായ കാര്യങ്ങളുണ്ട്, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ജനറലായിട്ട് പറയുന്ന പല കാര്യങ്ങളും. അതും വിശുദ്ധമായതും ഹോളിയായിട്ടുള്ളതും ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങളും. അപ്പോൾ അവിടെ വിശുദ്ധമായത് സാമാന്യമായതും തമ്മിൽ വേർതിരിക്കണം. ശുശ്രൂഷകരുടെ ഉത്തരവാദിത്തമാണ്. സാധാരണ പോലെയുള്ള കാര്യങ്ങളുണ്ട്, അതും അസാധാരണമായ കാര്യങ്ങൾ, അതായത് വിശുദ്ധമായ കാര്യങ്ങൾ. അപ്പോൾ ഈ പിക്ചർ കാണിച്ചിട്ട് നമ്മൾ പറഞ്ഞ എന്താ, ഇത് സാമാന്യമായൊരു കാര്യമാണ്, എന്നാൽ അതിലപ്പുറമായൊരു പഠനമാണ് അതിൻ്റെ തുടർച്ചയെന്നാണ് നമ്മൾ പറഞ്ഞത്. അതാണ് യഹോവയ്ക്ക് വിശുദ്ധമായ കാര്യങ്ങൾ. അതായത് യഹോവയ്ക്ക് വിശുദ്ധമായ കാര്യം എന്താ?
നാമാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ മന്ദിരം എന്നുള്ള കാര്യമാണ് നമ്മൾ ആ വചനത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. നാം സഞ്ചരിക്കുന്ന കൂടാരങ്ങളാണെന്നും നമ്മിൽ യാഗപീഠമുണ്ടെന്നും, അതായത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ വഹിക്കുന്നവരാണ് നാം എന്നും, അങ്ങനെ നാം അനേകരോട് ക്രൂശിൻ്റെ വചനങ്ങൾ പറയേണ്ടവരാണെന്നും, അനേകരുടെ വീണ്ടെടുപ്പിന് നാം ഒരു മുഖാന്തരമായി തീരേണ്ടവരാണെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ യൗവനക്കാർ പലരും ഈ കാര്യങ്ങളുടെ ഗൗരവം അറിയുന്നില്ല. അവര് സഭായോഗം കൂടാൻ വരുന്നു. എവിടെയാ? പള്ളിയിൽ വരുന്നു. അങ്ങനെയാ പൊതുവെ പറയുന്നത്. അങ്ങനെയാ തെക്കൻ കേരളത്തിൽ പറയുന്നത്, പള്ളിയിൽ പോവാന്ന്. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പറയുമ്പോൾ ചർച്ചിൽ പോവാന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയുന്നത് തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റാണെന്നോ ഒന്നും അല്ല ഈ പറയുന്നത്. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. നമുക്ക് എങ്ങനെ വേണേലും പറയാം, ആരും കേസൊന്നും കൊടുക്കില്ല. ഓർക്കണം, ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ കൃത്യമായ വാക്കുകളെല്ലാം ഉപയോഗിച്ചിരുന്നവരാണ്. ആ വാക്കുകൾ ഉപയോഗിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണ ഭയങ്കരമാണ്. എല്ലാവരും വചനത്തിൻ്റെ ആഴം അറിഞ്ഞവരല്ല. ശുശ്രൂഷയിൽ ഇരിക്കുന്നവർ, ഇപ്പം ഞാൻ ശുശ്രൂഷയിൽ ഇരിക്കുന്ന ആളാണ്, എന്നെ അനേകർ ഉറ്റുനോക്കും. ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ദൈവവചനത്തിന് നിരക്കാത്ത കാര്യങ്ങളാണെങ്കിൽ ഈ ജനം തെറ്റായ കാര്യങ്ങൾ വേഗം പിടിച്ചെടുക്കും. ആ തെറ്റായത് തലയിൽ വെച്ച് കൊണ്ടു നടക്കും. അതുകൊണ്ട് ഞാൻ വളരെ ജാഗ്രതയുള്ള ആളായിരിക്കണം. പറയുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളും ജീവിതം തന്നെ മറ്റുള്ളവർ ഉറ്റുനോക്കുകയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ വേണം മുൻപോട്ട് പോകാൻ. ഒരു വാക്ക് പറയുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ ഭയക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം എന്ന് മറന്നു പോകാൻ പാടില്ല. നോക്കണം, സമാഗമന കൂടാരം ചുരുട്ടി വെച്ചു, യെരുശലേം ദേവാലയം തകർത്ത് കളഞ്ഞിട്ട് പുതിയ നിയമസഭയാമാലയമായി നമ്മെ തെരഞ്ഞെടുത്ത ആ വെളിപ്പാടുകൾ, ആ മർമ്മം നമുക്ക് തുറന്നു കിട്ടിയില്ലെങ്കിൽ നമ്മെപ്പോലെ അരിഷ്ടന്മാർ ഉലകത്തിലുണ്ടോ? ഇത് വലിയൊരു മർമ്മമല്ലേ? നമ്മെ തെരഞ്ഞെടുത്തു തേജോമയനായ ദൈവം, പിതൃപുത്ര പരിശുദ്ധാത്മാവ പ്രിയേക ദൈവം യെരുശലേം ദേവാലയത്തിൽ സമാഗമന കൂടാരത്തിലും എങ്ങനെ ഇറങ്ങി വസിച്ചോ അതേ നിലയിൽ തന്നെ മുഴുമഹത്വത്തോടെ നാം ആകുന്ന കൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ വരവൊക്കെ നമ്മളന്ന് ധ്യാനിച്ചോന്ന് ഓർക്കണം. ഭയങ്കര ലേവ്യപുസ്തകം 9-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മളതിൻ്റെ പ്രതിഷ്ഠാദിനം, സമാഗമന കൂടാരത്തിൻ്റെ പ്രതിഷ്ഠാദിനം ധ്യാനിച്ച ഭയങ്കര നിമിഷങ്ങളായിരുന്നു അത്. മോശയും അഹ്റോനും ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. പിന്നത്തേതിൽ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതിന് ശേഷം, അതായത് യാഗപീഠത്തിൽ യാഗമൃഗത്തെ തയ്യാറാക്കി വെച്ചതിന് ശേഷം, അതായത് പ്രമാണപ്രകാരം തയ്യാറാക്കി വെച്ചതിന് ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ യഹോവയുടെ തേജസ് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഇറങ്ങി വരികയും അവിടെ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിലുള്ള യാഗവസ്തുവിനെ ദഹിപ്പിച്ചു എന്ന കാര്യമൊക്കെ കണ്ണാല കണ്ട മനുഷ്യരാണ് നമ്മൾ. എന്തൊരു കാഴ്ചകളായിരുന്നു അത്! ആ ദൈവം തന്നെയാണ് നാം ആകുന്ന കൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ അതിന് വിരുദ്ധമായ ഒരു സെന്റൻസ് പോലും നമ്മൾ ആരും പറയാൻ പാടില്ല. ഒരു സെന്റൻസ് പോലും പറയാൻ പാടില്ല. ശരിക്കും ആ ചർച്ചിൻ്റെ സെക്രട്ടറി ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു സംഭാഷണത്തിൽ ഏർപ്പെടേണ്ടി വന്നാൽ ഞാൻ നിശ്ചയമായി ആ ദൈവദാസനോട് പറയും, ദൈവദാസനെ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു ചെറുതല്ലാത്ത ഒരു തെറ്റുപറ്റിപ്പോയി, അല്ലെങ്കിൽ ഞങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് ചിന്തിച്ചില്ല ആ കാര്യം. ഇതിലെന്തിരിക്കുന്നു? ഇത് നമ്മൾ ആളുകളെ അറിയിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അല്ലല്ലോ. എന്നാലും ഈ കാര്യങ്ങളെ കേട്ടപ്പോൾ, ഈ മെസ്സേജൊക്കെ കേട്ടപ്പോൾ വ്യക്തമായി മനസ്സിലായി ഈ കാര്യങ്ങളുടെ പൊരുളും ഇതിൻ്റെ അന്തരമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും ആ കാര്യത്തിൽ ഒരു തിരിച്ചറിവിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങൾ ഉടനടി ആ കാര്യങ്ങൾക്ക് മാറ്റം വരുത്തുമെന്ന് ഞാനാണ് സെക്രട്ടറി എങ്കിൽ നിശ്ചയമായും പറഞ്ഞിരിക്കും. പാസ്റ്ററോട് പോലും ചോദിക്കില്ല, നിശ്ചയമായും പറഞ്ഞിരിക്കും. കാരണം വചനം നമ്മോട് ഇടപെടുമല്ലോ. വചനം ഇടപെടില്ലേ? പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യങ്ങളെ നൽകില്ലേ? സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ഈ കാര്യം വരുമ്പോൾ കണ്ണടയ്ക്കുമോ? ഒരിക്കലും കണ്ണടയ്ക്കില്ല. ഈ കാര്യം വരുമ്പോൾ വ്യക്തമായിട്ട് കാര്യങ്ങളെ തുറന്നു തരും. അതുപോലെ കഴിഞ്ഞ സാറ്റർഡേ നമ്മൾ ഈ മെസ്സേജൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ സൺഡേയിലെ മീറ്റിങ്ങിൽ നമ്മൾ പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അതിന് കൊടുക്കേണ്ടി വന്ന ആഴത്തെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞത്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് വന്നപ്പോൾ പാപത്തിൽ നിന്നുള്ള വിടുതൽ, പിന്നെ പാപക്ഷമ ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. എന്നാൽ ആ മെസ്സേജിൻ്റെയും ആമുഖത്തിൽ ഒരല്പസമയം, ഒരു 10-15 മിനിറ്റ് പെസഹായുമായി ബന്ധപ്പെട്ട്, ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തി. അതായത് ആ ആഴ്ചയിൽ ഈസ്റ്ററിൻ്റെ ആഴ്ചയായിരുന്നല്ലോ. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള നസ്രാണി ലോകം പെസഹ ആചരിക്കുകയാണ്. അതായത് നമ്മുടെ മലയാളക്കരയിലേക്ക് വരുമ്പോൾ പെസഹ എന്ന് പറയുമ്പോൾ അവർ അപ്പം ചുട്ട് തിന്നുന്നു, മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ല. ഞായറാഴ്ച ഏതായാലും സോമരസമൊക്കെ പാനം ചെയ്ത് അത് അത്യന്തം ഭംഗിയായിട്ട് ആഘോഷിച്ച് പര്യവസാനിപ്പിക്കും. ആ രാത്രി വരെ നീണ്ടു നിൽക്കും. രാത്രി ആയാലും കണ്ണ് തുറക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല.
അങ്ങനെ ഈസ്റ്ററൊക്കെ ആഘോഷിച്ച ഒരു പരുവത്തിലാവും എല്ലാവരും. അപ്പോഴാണ് നമ്മളതിൻ്റെ വിശദീകരണത്തിലേക്ക് വന്നത്. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന കാര്യവും അതിൻ്റെ മാംസം ഭക്ഷിക്കുന്ന കാര്യവും കൂട്ടത്തിൽ കയ്പ് ചീരയോടുകൂടിയാണ് ഭക്ഷിക്കേണ്ടത്, പിന്നത്തേതിൽ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കേണ്ടതും അതിൻ്റെ വിശദീകരണങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ പെന്തക്കോസ് ലോകത്തുള്ളവർക്കല്ലാതെ കൊണ്ടത് വെളിയിലുള്ള എപ്പിസ്കോപ്പൽ സമൂഹത്തിലുള്ള ആളുകൾ കൊടയും വടിയും കുരിശുമായിട്ട് നമ്മുടെ ആ മെസ്സേജിന് അടിയിലൊക്കെ വന്നു. അല്ലാതെയും പല നിലകളിലും അവർക്ക് പറയാവുന്നതും ചെയ്യാവുന്നതും ഒക്കെ അവരും ചെയ്യുന്നു. അവരെന്നാ പറയുന്നത്? തനിക്ക് തൻ്റെ പെന്തക്കോസുകാരുടെ കാര്യം പറഞ്ഞാൽ പോരെ, പെസഹായിലേക്ക് ഈസ്റ്ററിലേക്കൊക്കെ എന്തിനാ തലയിടാൻ വരുന്നതെന്ന് അവർ ചോദിക്കുന്നത്. നമ്മളെന്താ പറഞ്ഞത്? പെസഹ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ്. പെസഹായിലൊരു മരണമാണ് നടന്നിരിക്കുന്നത്. ഭയങ്കരം ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ ഒരു സന്ധ്യയാണത്. ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ ഒരു സന്ധ്യ. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. പിന്നീട് അവർ തിടുക്കത്തോടൊരു പുറപ്പാടിലാണ്. ആ പുറപ്പാടിനോടുള്ള ബന്ധത്തിൽ അവർ പുളിപ്പില്ലാത്ത അപ്പം തിന്നുകയാണ്. കാരണം കലക്കി വെച്ചത് പുളിച്ചിട്ടില്ല. അങ്ങനെ അവർ പുളിപ്പില്ലാത്ത അപ്പം തിന്നുകയാണ്. ഇസ്രായേലിൻ്റെ ഉത്സവങ്ങളിലെ ആദ്യത്തെ ഉത്സവം അഥവാ പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. പെസഹ പെരുന്നാളിനോട് ചേർന്ന് തന്നെയാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. രണ്ടും ചേർന്ന് സംഭവിക്കുന്ന കാര്യമാണ്. വളരെ വ്യക്തമായും ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന രീതിയിൽ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷേ എപ്പിസ്കോപ്പൽ സമൂഹത്തിലുള്ള ക്രൈസ്തവർക്ക് അത് ഒട്ടും രുചിച്ചില്ല. അവരുടേതായ രീതിയിൽ അവരും വർത്തമാനം പറഞ്ഞു. എല്ലായ്പ്പോഴും അങ്ങനെയാണ്. ഇതിനിടയിൽ ഞാൻ മറ്റൊരു കാര്യം ഓർക്കുക സഹോദരങ്ങളെ. ഒരു 5-6 മാസം മുമ്പ് ഓർത്തഡോക്സിലെ ഒരു സീനിയർ കോർ എപ്പിസ്കോപ്പയുടെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. അത് തികച്ചും അവിചാരിതമായി കണ്ണിൽപ്പെട്ടതാണ്. അതിങ്ങനെ അല്പം കേട്ട് വന്നപ്പോൾ അദ്ദേഹം നിക്കിയ വിശ്വാസ പ്രമാണം അനുസരിച്ചുള്ള കാര്യങ്ങളെ വിശദീകരിക്കുന്നു. അതിനോടനുബന്ധിച്ച് പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം എന്നുള്ള കാര്യത്തിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് വരുമ്പോൾ അദ്ദേഹം മാമോദീസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പെന്തക്കോസുകാരെ ഒന്ന് കോട്ട് ചെയ്തു. ഈ പെന്തക്കോസുകാരെന്ന് പറയുന്ന കൂട്ടരുടെ ഇടയിൽ താൻ ചെറുപ്രായത്തിൽ പോയിട്ടുണ്ട്. അങ്ങനെ ആ പോയ സമയത്ത് അവരുടെ ഇടയിൽ ഈ കർത്തൃമേശാന്നോ തിരുവത്താഴെന്നോ ഒക്കെ പറയുന്ന എന്തോ ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ അവരെല്ലാം തന്നെത്താൻ ഈ അപ്പം നുറുക്കി തിന്നും. അവരുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു ഇച്ചിരി പോലും കൊടുക്കില്ല, അമ്മമാർ പോലും കൊടുക്കില്ല. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കാതെ ഈ അമ്മയപ്പന്മാർ മാത്രം തിന്നിട്ട് പോകുന്നൊരു പരിപാടിയാണത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനത് കേട്ടപ്പോൾ നല്ലൊരു സാധ്യതയായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ വാത്സല്യ സഹോദരങ്ങളോട് ഈ പരിപാടി എന്താണെന്നൊന്ന് പറയാമല്ലോ. പെന്തിക്കോസുകാരൻ്റെ പരിപാടിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. അച്ഛൻ പറഞ്ഞ ഈ പരിപാടിയെക്കുറിച്ച്, അതായത് പെന്തിക്കോസുകാരുടെ പരിപാടി ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് അച്ഛനെയും അച്ഛൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തെയും പിന്നെ പെന്തിക്കോസുകാരെയും അത്യാവശ്യം ഒന്ന് കേൾപ്പിക്കാമെന്നോർത്ത് ആ വീഡിയോ ഭാഗം നമ്മുടെ സഹോദരങ്ങൾ അത്ര ഒന്ന് കേൾപ്പിച്ചു. അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, കേൾക്കുന്നവർക്കും തോന്നണ്ടേ അച്ഛൻ എന്നാ പറഞ്ഞതെന്ന്. അല്ലെങ്കിൽ ഞാൻ ഊഹാപോഹം പ്രചരിപ്പിച്ച പോലെ ആയി പോവില്ലേ. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇന്നതാണെന്നുള്ളത് കേൾപ്പിച്ചിട്ട് ഞാൻ അതിൻ്റെ വ്യക്തമായ വിശദീകരണത്തിലേക്ക് വന്നു. അപ്പോൾ അച്ഛന് ഒരു സങ്കടം വന്നു. അച്ഛൻ അടുത്ത ദിവസം അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു. എൻ്റെ വീഡിയോ പ്രിയ സഹോദരൻ സജി അങ്ങനെ മുറിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് അച്ഛനും പറഞ്ഞു. അപ്പം ഞാൻ അതിന് വ്യക്തമായ വിശദീകരണം കൊടുത്തു. അച്ഛൻ്റെ വീഡിയോയിലുള്ള അച്ഛൻ്റെ തലയും കാര്യങ്ങളൊക്കെ മാസ്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വിടാമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പുള്ളിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഗ്രാഹ്യമില്ല. പുള്ളി ഇതൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ കാണിച്ചത്. തന്നെയല്ല, അച്ഛൻ്റെ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറുള്ള വീഡിയോ മുഴുവൻ ഇവിടെ കാണിക്കാൻ നമുക്ക് പറ്റില്ല. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നു. ഈ ഇത്രയും ഭാഗം വെച്ചിട്ട് ഞങ്ങൾ പറയായിരുന്നു. അച്ഛനെ ചീത്ത വിളിക്കുമല്ലോ, വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടുമാണ് നമ്മൾ അച്ഛനോട് പറഞ്ഞത്. പക്ഷേ മനുഷ്യരല്ലേ, എല്ലാ മനുഷ്യർക്കും തങ്ങളെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തോന്നും. എന്നാൽ അല്പം പോലും ബുദ്ധിമുട്ട് തോന്നാത്തൊരു മനുഷ്യന് ഈ കൊട്ടാരക്കരയുണ്ട് കേട്ടോ. അല്പം പോലും ബുദ്ധിമുട്ടില്ലാത്തൊരു മനുഷ്യന് ഈ കൊട്ടാരക്കരയുണ്ട്. അദ്ദേഹം ഇടക്കാലത്ത് യെരുശലേമിൽ നിന്നുകൊണ്ട് ആ തകർന്നു കിടക്കുന്ന വെസ്റ്റേൺ വാളിൻ്റെ അവിടെ നിന്നുകൊണ്ട് പറയായിരുന്നു, 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായത്തിൽ ശലോമോൻ യെരുശലേം ദൈവാലയം സമർപ്പിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിന്റെ ചെവി കേൾക്കും, നിന്റെ കണ്ണ് കാണുമെന്നൊക്കെയുള്ള കാര്യം അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ആ കാര്യങ്ങളെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് ഈ നമ്മുടെ കൊട്ടാരക്കരയുള്ള അപ്പോസ്തലൻ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, പുലവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ വലിയവനായ ദൈവത്തിൻ്റെ ചെവി തുറന്നിരിക്കും, അവിടെ നിന്ന് അത് കേൾക്കും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മളും ഞെട്ടിപ്പോയി. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു. ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷോപലക്ഷം ആളുകളോട് പ്രസംഗിക്കുന്ന ആ പ്രസംഗി വെസ്റ്റേൺ വാളിൻ്റെ അഥവാ പടിഞ്ഞാറൻ മതിലിൻ്റെ ഇച്ചിരി ഉള്ളൂ തകർന്നു പോകാനായിട്ട്, ബാക്കിയൊക്കെ തകർന്നു പോയി.
എല്ലാം തകർന്നു പോയി. അതിനകത്തുള്ള ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഉഴുതുമറിച്ച് കളഞ്ഞു. അപ്പോൾ ഈ 4 കല്ലിരിക്കുന്നതിൻ്റെ അവിടെ നിന്നിട്ട് യഹൂദന്മാർ തലമുട്ടിച്ച് പ്രാർത്ഥിക്കും, കുറച്ച് പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ എഴുതി അവിടെ തിരികെ കയറ്റും. ഈ അടുത്തിടയ്ക്ക് കാലം ചെയ്ത മാർപ്പാപ്പയും ഈ പേപ്പറൊക്കെ അതിനടക്കി കൊണ്ട് വെക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ട്രംപ് അച്ചായൻ എന്ന് വേണ്ട അങ്ങനത്തെ അച്ചായന്മാരെല്ലാം അതിനകത്ത് ഈ പേപ്പർ കൊണ്ട് വെക്കാറുണ്ട്. അതേസമയം സാധുക്കളായ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞാൽ പോലും ചെയ്യില്ല. നമ്മൾ പേപ്പറല്ല കൊണ്ട് വയ്ക്കുന്നത്. നമ്മൾ തത്സമയ സഹായത്തിനും കൃപ പ്രാപിപ്പാനുമായി കൃപാസനത്തെങ്കിൽ ചെന്ന് അബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്കുള്ള കാര്യങ്ങൾ അവിടെയാണ് പറയുന്നത്. വെസ്റ്റേൺ വാളിൻ്റെ ചോട്ടിൽ നിന്നുകൊണ്ടല്ല പറയുന്നത്. ഇതൊക്കെ തിരിച്ചറിയുന്നവരെയാണ് പെന്തിക്കോസ്തുകാരെന്ന് വിളിക്കുന്നത്. തിരിച്ചറിയാത്തവരെ വിളിക്കുന്ന പേരാണ് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന്. എന്താ പറഞ്ഞത്? ഇത് തിരിച്ചറിയുന്നവരെയാണ് പെന്തിക്കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത് തിരിച്ചറിയാത്തവരെയാണ് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കാര്യം നമ്മുടെ കൺമുമ്പിലുണ്ട്. ആ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഒരു 2-3 മാസം മുമ്പ് ഈ കൊട്ടാരക്കരക്കാർ അവരുടെ ശുശ്രൂഷകരെല്ലാം കൂടി അവിടെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഒരു വീഡിയോയിൽ കാണിച്ചു. അന്ന് 3-4 എത്രയോ മാസം മുമ്പ് അത് കാണിച്ചത്. എന്തുകൊണ്ട് അത് കാണിച്ചെന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, ഇപ്പം ഞങ്ങളൊരു വീഡിയോ നിങ്ങളെ കാണിക്കും. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആ വീഡിയോ മാത്രമല്ല, എത്രയോ വീഡിയോകൾ, എത്രയോ ബ്രോഷറുകൾ നമ്മൾ കാണിച്ചിരിക്കുന്നു. ഈ പറയപ്പെട്ട ഒരു സഭയുടെ ഒരു പിക്ചറല്ല നമ്മൾ കാണിച്ചത്. നമ്മൾ ആ സമൂഹത്തിൽ തന്നെ പെട്ടവരുടെ തന്നെ എത്രയോ പിക്ചറുകൾ കാണിച്ചവരാ. വലിയ MTHകാരൊരു പാസ്റ്റർമാരുണ്ട് ആ സമൂഹത്തിൽ. ആ സമൂഹത്തിലെ പാസ്റ്റർമാർ ദൈവാലയ സമർപ്പണം എന്ന് പറ്റിയൊക്കെയാ പരസ്യം ചെയ്യുന്നത്. ദൈവാലയ സമർപ്പണം ചിരിച്ച് തലകുത്തി മറിഞ്ഞ് ചിരിക്കേണ്ടി വരും. ദൈവാലയം എന്ന് പറയുന്നത് യെരുശലേം ദൈവാലയത്തെയാണ്. അത് പൊളിച്ച് കളഞ്ഞിട്ട് നമ്മെ ദൈവാലയമാക്കി. അല്ലാതെ ഇവർ പണിയുന്ന പള്ളിയും ഇവർ പണിയുന്ന കെട്ടിടങ്ങളെയാണോ ദൈവാലയം എന്ന് വിളിക്കുന്നത്? അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം തിരുത്തേണ്ടി വരും. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം തിരുത്തേണ്ടി വരും. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം തിരുത്തേണ്ടി വരും. മൊത്തത്തിൽ തിരുത്തേണ്ടി വരും. വിശുദ്ധ തിരുവെഴുത്ത് തിരുത്താൻ ബുദ്ധിമുട്ടുള്ള സ്ഥിതിക്ക് തിരുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ തിരുത്തുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. ഞാനും നിങ്ങളും തിരുത്തുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. അപ്പം ഇങ്ങനെ പൊതുവേ കാണുന്ന കാര്യങ്ങളിൽ നമ്മൾ മനം നൊന്ത് 2-3 മാസം മുമ്പ് അവിടെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായില്ലോ. ആ സമയത്ത് നമ്മൾ ഒരു കൊച്ചു വീഡിയോ കാണിച്ചു നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ. എന്നിട്ട് വിശദീകരണങ്ങളെ കൊടുത്തു. ചിലരൊക്കെ ഈ വല്ലവരുടെയൊക്കെ വീഡിയോയുടെ കഷ്ണം മുറിച്ചോണ്ട് വരും. എന്നിട്ട് വീഡിയോ പലയിടത്തും പ്രചരിപ്പിക്കും. നമ്മൾ അങ്ങനെ ആരുടെയും വീഡിയോ മുറിച്ചോണ്ട് വരുന്നവരല്ല. ഏതെങ്കിലും വിധത്തിൽ അവർ പ്രസൻറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെയാണ് നമ്മൾ ചില സമയത്ത് പഠനത്തിന് വേണ്ടിയും കൂടുതൽ തെളിമയ്ക്ക് വേണ്ടിയും കൃത്യതയ്ക്ക് വേണ്ടിയും കാണിക്കുന്നത്. അതിങ്ങനെ കാണിച്ചു വിട്ടിട്ട് ഇവരെല്ലാം മോശക്കാരാകട്ടോ, ഇവരെയൊക്കെ കല്ലെറിഞ്ഞേക്കാന്ന് പറഞ്ഞ് പോവുകയല്ല. അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വിഷയങ്ങളെ വിശുദ്ധന്മാരുടെ മുമ്പിൽ മറനീക്കി തുറന്നു കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ കേൾപ്പിച്ചതല്ലേ തുടക്കത്തിൽ പറഞ്ഞത്, മന്നയും കാടയും. അപ്പോൾ ഈ പ്രസിദ്ധനായ പ്രസംഗൻ എന്നാ പറഞ്ഞത്? കാട തരുന്ന ദൈവം. നമ്മളെന്താ പറഞ്ഞത്? നോ 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 നോ, കാടയല്ല വേണ്ടത് നമുക്ക്. ഞങ്ങൾക്ക് ഇറച്ചിക്കലങ്ങളുടെ ചോട്ടിലിരുന്ന് കരയാൻ സമയമില്ല, കാഹളം തുനിക്കാൻ കാലമായിരിക്കുന്നു, ഞങ്ങൾക്ക് മന്ന മതി എന്ന് പറഞ്ഞവരാ നമ്മൾ. അപ്പോൾ ചിലരൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കാണിക്കും. അങ്ങനെ തന്നെയാണ് നമ്മുടെ കർത്താവും അവൻ്റെ അപ്പോസ്തലന്മാരൊക്കെ കാണിച്ചത്. നോക്കണം, യഹൂദ മതത്തിൻ്റെ സമ്പ്രദായങ്ങളെല്ലാം വലിയവനായ ദൈവത്താൽ സ്ഥാപിതമായ കാര്യങ്ങളാണ്. യെരുശലേം ദൈവാലയവും അതിലെ പൗരോഹിത്യവും അതിലെ ശുശ്രൂഷാ വൃന്ദങ്ങളൊക്കെ ദൈവത്താൽ സ്ഥാപിതമായതാണ്. അവരുടെ ഇടയിൽ സംഭവിച്ച അപജയങ്ങളെയൊക്കെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവരെ വെള്ള തേച്ച് ശവക്കല്ലറാന്ന് വരെ വിളിച്ചിട്ടുണ്ട്. അത്രയും കൊണ്ട് നിന്നോ? പിന്നെ പറഞ്ഞതൊക്കെ എന്തുമാത്രം കാര്യങ്ങളാ. നിങ്ങൾ മത്തായി 23 ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നടുങ്ങിപ്പോവും. അത് കഴിഞ്ഞിട്ട് സഭ ആരംഭിച്ചതിന് ശേഷം അവിടുത്തെ വിശുദ്ധ അപ്പോസ്തലന്മാർ അവരുടെ ശുശ്രൂഷാ സമയങ്ങളിൽ അവർ ഉച്ചൈസ്ത്രമല്ലേ വിളിച്ചു പറഞ്ഞത്? ഹന്നാസും കയ്യഫാസും ജീവിച്ചിരിക്കുക, ഗമാലിയൽ അവിടെയുണ്ട്, എൻ്റെ പൊന്നെ സൻഹദ്രീ സംഘമുണ്ട്, വാളും പരിചയമൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെയും യെരുശലേം ദൈവാലയത്തിൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് വെല്ലുവിളി സ്വരത്തിലല്ലേ വിളിച്ചു പറഞ്ഞത്, നസ്രായനായ യേശുക്രിസ്തു മാത്രമാണ് ആത്മരക്ഷയ്ക്കുള്ളൂ എന്ന്. യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ എന്നല്ലേ പറഞ്ഞത്. ഇവരെന്നേരം എന്താ വിളിച്ചു പറയുന്നത്? നിങ്ങളുടെ സമ്പ്രദായങ്ങളല്ല ശരിയായ സമ്പ്രദായങ്ങൾ. ഇനി ആരും പെസഹ ആചരിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട, ഇനി ആരും കൂടാര പെരുന്നാളിന് വരണ്ട, നമ്മുടെ പെസഹ കുഞ്ഞാട് വറുക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന നസ്രായന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ അതിന് സാക്ഷികളാണ്, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല, ഞങ്ങൾ ഈ സത്യങ്ങളെ വിളിച്ചു പറയുമെന്നാണ് അവർ പറഞ്ഞത്.
അവരെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 5-ാം അധ്യായം നോക്കുക. അവരെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി. പിന്നത്തേതിൽ സ്വർഗദൂതൻ അവരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച് പുറത്തിറക്കി വിട്ടു. എന്നിട്ട് എന്താ പറഞ്ഞത്? വീട്ടിൽ പൊക്കോളാനല്ല പറഞ്ഞത്. നിങ്ങൾ എവിടെ നിന്ന് പ്രസംഗിച്ചോ അവിടെ തന്നെ പോയി നിന്ന് വീണ്ടും പ്രസംഗിക്കാനാ പറഞ്ഞത്. അതിനുള്ള അഭിഷേകമാണ് നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത്, അല്ലാതെ കട്ടിലിനടി കയറിയിരിക്കാനുള്ള അഭിഷേകമല്ല. നിർഭയം ആത്മീയ സത്യങ്ങൾ വിളിച്ചു പറയണം. അതായത് അവിടെയുള്ള മതപുരോഹിതന്മാരും അതിൻ്റെ നേതൃനിരയിലുള്ള ആളുകളൊക്കെ ചഞ്ചലിച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി. ഇവരെവിടെ നിന്നാണ് ഇതൊക്കെ പറയുന്നത്? ഏത് ശക്തി കൊണ്ടാണ് ഇവർ, ഏത് അധികാരത്തിലാണ് ഇത് പറയുന്നതെന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് അല്ലേ. അവരുടെ ധൈര്യവും ബലവും കണ്ടിട്ട് മറ്റുള്ളവർ എന്താ ചിന്തിച്ചത്? ഇവരെ നസ്രായന യേശുവിൻ്റെ കൂടെ നടന്നവരല്ലേ, എവിടെ നിന്ന് ഇവർക്ക് ഈ ധൈര്യം കിട്ടിയെന്നൊക്കെയാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, ഒരു വലിയ സമൂഹത്തോടാണ് നമ്മൾ നിവർന്ന് നിന്ന് വർത്തമാനം പറഞ്ഞത്. അവിടുത്തെ ലോക്കൽ പാസ്റ്ററോടൊന്നുമല്ല. ആ സാധു മനുഷ്യൻ എന്നോട് സംസാരിച്ചു എന്നൊക്കെ ഉള്ളത് സത്യമാണെങ്കിലും നമ്മൾ സംസാരിച്ചത് ആ വലിയ സമൂഹത്തോടാണ്. ആ വലിയ സമൂഹം ലാഘവത്തോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അല്ല, നമുക്ക് മിണ്ടാതിരുന്നുകൂടെ എന്ന് ചോദിച്ചാൽ അതിനുള്ള അഭിഷേകമല്ല നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. മിണ്ടാതിരിക്കുന്ന അഭിഷേകമല്ല, മിണ്ടുന്ന അഭിഷേകമാണ്. വായ് തുറന്ന് കാര്യങ്ങളെ പ്രസ്താവിക്കുന്ന അഭിഷേകമാണ് പകർന്നിരിക്കുന്നത് അല്ലേ. യോഹന്നാൻ സ്നാപകന്റെ മേൽ പകരപ്പെട്ടൊരു അഭിഷേകമുണ്ട്. അന്നാസും കയ്യവാസൊക്കെ അവിടെ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം യോർദാന്റെ കരയിൽ നിന്ന് ദൈവഹിതം വിളിച്ചു പറഞ്ഞു. കാഹളനാദം പോലെയാണ് ആ ശബ്ദം മുഴക്കിയത്, ചുമ്മാതെയൊന്നുമല്ല. ദൈവത്തിന്റെ ഹിതമാണ് വിളിച്ചു പറഞ്ഞത്. ഇപ്പൊ പലരും ചിന്തിക്കുകയായിരിക്കും, പിന്നത്തേതിൽ കഴുത്ത് പോയില്ലെന്ന്. അത് കൊള്ളാം. കഴുത്ത് പോകുന്ന ഓർത്തിട്ടാണോ കാര്യം പറയുന്നത്? കഴുത്ത് വേണ്ടത് ഏത് സംഘടനക്കാർക്കാണ്, ഏത് ബെന്തിക്കോസുകാർക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ തന്നേക്കാം. ആര് വേണേലും നേരത്തെ പറയണമെന്നുള്ളൂ, ആർക്ക് വേണേലും തരാം. അത് ഏത് PC ക്ക് വേണേലും തന്നേക്കാം. പക്ഷെ പറയാനുള്ളത് പറയും. നിങ്ങൾ കല്ലും മണ്ണും കൊണ്ടും കെട്ടിപ്പൊക്കുന്ന കെട്ടിടങ്ങളിൽ തേജോമയനായ ദൈവം വസിക്കുന്നില്ല. പുതിയ നിയമ സഭ എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. അത് വെളിപ്പാടിൽ കണ്ടിട്ടാണ് ഗമാലിയലിന്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് പഠിച്ച പൗലോസ് അതല്ല വിളിച്ചു പറഞ്ഞത്. വെളിപ്പാടിൽ താൻ പ്രാപിച്ച കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞത്. അതിന്റെ ഭാഗം എന്നോണാണ് കൊലോസ്യ ലേഖനത്തിൽ എഴുതി വെച്ചത്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. അതാണ് പുതിയ നിയമ ശുശ്രൂഷ. നമ്മൾ പണിയുന്ന കെട്ടിടത്തിനകത്ത് വസിക്കുന്ന ആളുകൾ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് ഉടമകളാകണം. അത് ഒന്നാമത് കമ്മിറ്റിക്കാരനാകണം, അത് ഒന്നാമത് സെക്രട്ടറി ആകണം. ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് ഉടമയാകണം സെക്രട്ടറി, കമ്മിറ്റിക്കാരും. ആ എൻറ്റയർ സംഘം, സകല ബെന്തിക്കോസുകാരും. അല്ലെങ്കിലുള്ള കാര്യം പിന്നെ പറയാം. അപ്പൊ ഇതാ പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത്. തങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കാട്ടുകല്ലുകൾ അവരെ ക്രിസ്തുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ജീവനുള്ള കല്ലുകളാക്കി. ആ ജീവനുള്ള കല്ലുകളെ മനോഹരമായ കല്ലുകളാക്കണം. അതിനെ തീയിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെ കടത്തിവിടും. ആ കടത്തിവിടുന്ന സമയത്തൊക്കെ കൂടെ നിന്ന് ജാഗരിക്കണം, കൂടെ നിന്ന് സ്തോത്രം ചെയ്യണം, കൂടെ നിന്ന് അവരെ ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം. അവർ തേജസ്സിന്റെ രത്നങ്ങളായിട്ട് മാറേണ്ടതുണ്ട്. വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന തേജസ്സിന്റെ നഗരത്തിന്റെ പണിയുടെ അതിന്റെ ഭാഗമായ രത്നങ്ങളായിട്ട് അവർ മാറേണ്ടതുണ്ട്. അതാണ് പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ സങ്കടപൂർവ്വം പറയട്ടെ, 90% പാസ്റ്റേഴ്സും ഈ കാര്യത്തിൽ ലാഗിയാണ്. 90% ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് തികഞ്ഞ ബോധ്യത്തിലാണ് പറയുന്നത്. ദൂതന്മാരെ സാക്ഷി വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. 91 എന്ന് ഞാൻ പറഞ്ഞില്ല, 90% തന്നെയാണ് പറഞ്ഞത്. 2 ശുശ്രൂഷകന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളാണ്. എനിക്ക് ഈ തവണത്തെ ട്രാൻസ്ഫർ ഇന്ന സ്ഥലത്തേക്കാണ്. എന്തായാലും ഇവിടെ ഇരുന്ന ഈ 4-5 കൊല്ലം കൊണ്ട്, അല്ലെങ്കിൽ 3-4 കൊല്ലം കൊണ്ട് എന്തായാലും ചർച്ചിന്റെ പണി പൂർത്തീകരിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ സഹോദരന്മാരങ്ങനെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ 1000 വട്ടം കേട്ടിരിക്കുകയാണ്. ചില ദേവദാസന്മാർ വരുമ്പോൾ അവരവരുടെ ചർച്ചിൽ അനൗൺസ് ചെയ്യും, ഈ കൊല്ലം എന്തായാലും സഭയുടെ പണിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉത്സാഹിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇവർ വിദേശത്തൊക്കെ പോകും. നമ്മുടെ ലിസ കൊച്ചമ്മയുടെ നാട്ടിലേക്ക്, അമേരിക്കയിലേക്കൊക്കെ ചെല്ലും. ചിലർ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മറ്റ് കൊച്ചമ്മമാരുണ്ടല്ലോ, ആ കൊച്ചമ്മമാരുടെ നാട്ടിലേക്ക്, ഗൾഫിലേക്കൊക്കെ ചെല്ലും. അവിടെ ചെന്നിട്ട് അവർ ഞങ്ങളുടെ സഭയുടെ പണി ഇന്ന പോലെയാണ്, കല്ലും മണ്ണും സിമെൻറ്റും കുമ്മായും ഒക്കെ ഇന്ന പോലെയാണ്, നിങ്ങൾ 100 ചാക്ക് സിമെൻറ്റ് സ്പോൺസർ ചെയ്യോ, കമ്പി സ്പോൺസർ ചെയ്യോ. ഇവിടെയൊക്കെ പോയി പറയുന്നത് സഭയുടെ പണിയുടെ കാര്യമാണ്. അതാണോ സഭ? സഭ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെയാണ്. അവരെയാണ് പണിയേണ്ടത്, അവരെയാണ് പണിതൊരുക്കേണ്ടത്. അവരെ ആ ദിവ്യ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരണം, അവരെ ആ തേജസ്സിലേക്ക് കൊണ്ടുവരണം. കരം പിടിച്ച് നടത്തണം. ഈ ലോക മോഹങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണം.
ഈ ലോക മോഹങ്ങളിൽ നിന്ന് വിടുവിക്കണം. അവരിവിടെ അന്യരും പരദേശികളുമാണെന്നുള്ള ബോധ്യത്തിലേക്ക് അവരെ കൊണ്ടുവരണം. അവരങ്ങനെ തന്നെ സിയോനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യണം. അവരുടെ അധരത്തിൽ സിയോന്റെ ഗീതങ്ങൾ മാത്രമേ പാടുള്ളൂ. ലോകത്തിന്റെ പാട്ടുകളല്ല അവർ പാടേണ്ടത്, നേരമ്പോക്കുകളല്ല അവർ പറയേണ്ടത്. വിശുദ്ധന്മാർ തമ്മിൽ തമ്മിൽ കൂടുമ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തമ്മിൽ തമ്മിൽ പിരിയുമ്പോൾ മാറാനാഥ എന്ന് പറയണം. അങ്ങനെയാണോ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഈ പറയുന്ന ശുശ്രൂഷകന്മാർ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ക്ലിക്കാവും. തമ്മിൽ തമ്മിൽ പറയുന്ന കാര്യമാണ് സഭയുടെ പണി. അതിനോടുള്ള ബന്ധത്തിൽ ഒരു വീഡിയോ ഞങ്ങൾ കാണിക്കാം. കൊട്ടാരക്കര അപ്പോസ്തലന്റെ അവിടെ നിന്ന് കേട്ടൊരു വീഡിയോ. ആ സമയത്ത് നമ്മൾ എന്താണ് പറഞ്ഞത്, അതും ആ വീഡിയോയുടെ ഭാഗമാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കുക. അതുപോലെ തന്നെ ഒരു ഗുഡ് ന്യൂസ് ആണിത്. ഈ പറയപ്പെടുന്ന കൂട്ടർക്ക്, ഈ ശുശ്രൂഷകരെന്നൊക്കെ പറഞ്ഞ് ഈ കുപ്പായ വിട്ട് നടക്കുന്ന ഇവർക്ക് കാര്യങ്ങൾ ഇപ്പോഴും ക്ലിക്കായിട്ടില്ല. ഇവരെന്താ കാട്ടിക്കൂട്ടുന്നതെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഒന്ന് ശ്രദ്ധിക്കൂ പ്ലീസ്. Glory to God. El Shaddai Ministry, Jesus is Alive ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലെ എല്ലാ വിശ്വാസി കുടുംബങ്ങൾക്കും El Shaddai Ministry എല്ലാ ഫോളോവേഴ്സിനും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് El Shaddai Ministry, ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ കൊട്ടാരക്കര സഭയ്ക്ക് വേണ്ടി വാങ്ങിയ സ്ഥലത്താണ് ആയിരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ പറയും, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അനേകായിരങ്ങളുടെ മാനസാന്തരത്തിനും വിടുതലിനും സൗഖ്യത്തിനും സമാധാനത്തിനും അത് കാരണമായി തീരുവാൻ ദൈവസഭ കഴിഞ്ഞ നാളുകളിൽ ഈ വിഷയങ്ങൾ കൊണ്ടെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ ആലയത്തിന്റെ പണികൾ ആരംഭിച്ചു. ഇപ്പോൾ അതിന്റെ പൈലിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ ഒത്തിരി ആവശ്യത്തിന്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ പണികൾ മുടക്കം കൂടാതെ മുമ്പോട്ട് പോകണമെങ്കിൽ ഒത്തിരി സാമ്പത്തിക ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഈ ദിവസങ്ങൾ ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ, നിങ്ങളാൽ കഴിയുന്നത് പോലെ ഇതിന്റെ ഈ പ്രവർത്തനങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ഈ ദിവസങ്ങൾ നിങ്ങളാൽ കഴിയുന്നത് പോലെ ഈ ആലയത്തിന്റെ പണികൾക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഹഗായിയുടെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും. ഇവിടെ നടക്കുന്ന ഈ ആലയത്തിന്റെ പണികൾ പൂർത്തീകരിച്ച് ഇവിടെ 10,000 കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ ശെഖേന ഇറങ്ങുന്ന ഒരു സ്ഥലമായി കർത്താവ് ഈ സ്ഥലത്തെ മാറ്റുക തന്നെ ചെയ്യും. ഈ ദിവസങ്ങൾ നിങ്ങളാൽ കഴിയുന്നത് പോലെ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുവാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇത് ചില ആഴ്ചകൾക്ക് മുമ്പ് അവിടുത്തെ പ്രധാനപ്പെട്ട അസോസിയേറ്റ് പാസ്റ്റർ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. അവരുടെ ആലയ നിർമ്മിതിക്ക് വേണ്ടിയുള്ള റിക്വസ്റ്റാണ് അതിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവർ കൊട്ടാരക്കരയിലും ദൈവത്തിൻ്റെ ആലയം പണിയാണ്. അത് സിമെൻറ്റും കമ്പി കൊണ്ടുമാണ് പണിയുന്നത്. എൻ്റെ ഒരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത്, ആ സംസാരിക്കുന്ന മാന്യദേഹത്തിന് അത്യാവശ്യം ദൈവശാസ്ത്ര വിഷയത്തിലൊക്കെ ഗ്രാഹ്യമുള്ള ഒരാളാണെന്നുള്ളതാണ്. അങ്ങനെ ഗ്രാഹ്യമുള്ള ഒരാൾ പറയാണ്, കൊട്ടാരക്കരയിൽ ഞങ്ങൾ സിമെൻറ്റും കമ്പിയും കൊണ്ട് ദൈവത്തിൻ്റെ ആലയം പണിയുകയാണ് എന്നുള്ള നിലയിൽ. തോൽവി എന്നല്ലാതെ എന്ത് പറയാനാ സഹോദരങ്ങളെ? നമ്മുടെ ഇടയിലുള്ള പാസ്റ്റർമാരും ഈ തരത്തിൽ സംസാരിക്കാറുണ്ട്. കാലാവസ്ഥ മാറിയത് പലരും അറിയുന്നില്ല. അതായത് നമ്മളിപ്പോഴും പഴയ നിയമത്തിലാണെന്നാണ് പലരും ധരിക്കുന്നത്. നമ്മൾ പഴയ നിയമത്തിലല്ല, നമ്മൾ പുതിയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ അക്ഷരികമായ ഒരു ബിൽഡിംഗ് ഇല്ല. ദൈവസഭയ്ക്ക് അങ്ങനെ ഒരു കെട്ടിടമില്ല, അങ്ങനെ ഒരു ആസ്ഥാനമില്ല, അങ്ങനെ ഒന്നുമില്ല. പുതിയ നിയമസഭ എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഒരുമിച്ച് കൂടാൻ വേണ്ടി, അതായത് മഞ്ഞും മഴയും കൊള്ളാതെയും വെയിൽ കൊള്ളാതെയും ഒത്തുകൂടാനായിട്ട് കെട്ടിപ്പൊക്കുന്ന ആ ഷെൽട്ടറിന് പൂർവന്മാരായ നമ്മുടെ പിതാക്കന്മാർ സഭാ ഹോൾ എന്ന് പറഞ്ഞു. സഭ ഒരുമിച്ച് കൂടുന്ന ഒരു ഹോൾ എന്നുള്ള നിലയിൽ സഭാ ഹോൾ എന്ന് പറയും. അതായത് ചർച്ച് ഹോൾ എന്നൊക്കെ പറഞ്ഞു കളയും ആളുകൾ. അത് സഭയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചാൽ ദുരന്തമല്ലേ? ഒരു വിശ്വാസിയാണ് അങ്ങനെ പറയുന്നതെങ്കിൽ, വിശ്വാസിയാണെങ്കിൽ പോലും പോട്ടെ എന്ന് വെക്കാൻ പറ്റില്ല, പിന്നെ അവനെ വിശ്വാസി എന്ന് വിളിക്കാൻ കൊള്ളില്ലല്ലോ. അപ്പോൾ ഒരു ശുശ്രൂഷകൻ അങ്ങനെയൊക്കെ പറയും. യെരുശലേമിൽ നിന്ന് പറയാണ്, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമെന്ന്. ഇപ്പോൾ പറയാണ്, കൊട്ടാരക്കരയിൽ ഞങ്ങൾ കല്ലും മണ്ണും കൊണ്ടും ദൈവസഭ പണിയാന്ന്, ദൈവത്തിൻ്റെ ആലയം പണിയാന്ന്. അങ്ങനെയാണ്, ദൈവത്തിൻ്റെ ആലയം പണിയാന്ന്. സഭ എന്ന് പറയുന്ന ഒരു ആലയം എന്നുള്ളതാണ് നമ്മൾ അങ്ങനെ പഠിപ്പിക്കും.
സഭയാമാലയം എന്ന് പറയും. അതെങ്ങനെയാണ് ആ നിലയിൽ പറയാനായിട്ട് കഴിയുക? അപ്പോൾ ആ നിലയിലേക്കൊക്കെ പറയാനായിട്ട് കഴിയുന്നതിൻ്റെ കാരണം ഇവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലെന്നുള്ളതാണ്. ഇത് കേൾക്കുന്നവർക്കൊക്കെ കോപം വരുമെന്ന് എനിക്കറിയാം, അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അവരെ മോശക്കാരാക്കാനോ ഹരാസ് ചെയ്യാനോ ഒന്നുമല്ല പറയുന്നത്. അവരുടെ വലയിൽ കിടക്കുന്ന ജനത്തിന് എന്തെങ്കിലും ബോധം വെച്ച് രക്ഷപ്പെടാൻ അവസരം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നോർത്ത് പറയുന്നതാണ്. അവർ മാനസാന്തരപ്പെടുമെന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ അങ്ങനെ ഇപ്പോൾ വരുന്നില്ല. പെടുമായിരിക്കും, പെടില്ലെന്നൊന്നും തീർത്ത് പറയാൻ നമ്മൾ ആരുമല്ലല്ലോ. അപ്പം ഇപ്പം നിലവിൽ കാണുന്ന അവസ്ഥ വെച്ചിട്ടാണ് പറയുന്നത്. ജനം രക്ഷപ്പെടണമെങ്കിൽ പെട്ടുകൊള്ളട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു. ഇത് 4-5 മാസം മുമ്പ് നമ്മൾ കാണിച്ചൊരു വീഡിയോയാണ്. ഇത് ചുമ്മാ ഒരു ബ്രോഷറല്ല, ഒരു ചെറിയ പടമല്ല. ഇത് കൊട്ടാരക്കരയിലുള്ള അപ്പോസ്തലനും അദ്ദേഹത്തിൻ്റെ ചർച്ചിലുള്ള ആളുകളും അവരുടെ അവിടെ ആലയം പണിക്ക് വേണ്ടിയുള്ള റിക്വസ്റ്റാണ് നടത്തുന്നത്. ഹഗ്ഗായി പ്രവചന സ്വരത്തിൽ പറഞ്ഞല്ലോ, നിങ്ങൾ തട്ടിട്ട വീട്ടിൽ കിടക്കുമ്പോൾ യഹോവയുടെ ആലയം ശൂന്യമായി കിടക്കുന്നു എന്ന്. അതുകൊണ്ട് കൊട്ടാരക്കരയിൽ യഹോവയുടെ ആലയം ശൂന്യമായി കിടക്കുമ്പോൾ ജനം തട്ടിട്ട വീടുകളിൽ കിടക്കാൻ ശ്രമിക്കുന്നു. ഹഗ്ഗായിയെ കോട്ട് ചെയ്തുകൊണ്ട് അവർ പറയാണ് യഹോവയുടെ ആലയം ഇവിടെ പണിയേണ്ടതുണ്ട് എന്ന്. അപ്പോൾ അന്ത്യകാലത്ത് അനേകരെ യഹോവയുടെ ആലയത്തിൽ കടന്നു വരേണ്ടതുണ്ട്. കൊട്ടാരക്കരയിൽ അവർ ആലയം പണിയാൻ ശ്രമിക്കുകയാണ്. ശ്രദ്ധിക്കണം, അതൊരു ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തുകാരാണ്, നമുക്കതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട വിഷയമില്ല. എങ്കിലും അവിടെ വരുന്നതൊക്കെ മനുഷ്യരല്ലേ, മനുഷ്യന്മാരല്ലേ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഇവരെല്ലാം വേദപുസ്തകത്തിൽ നിന്നല്ലേ പറയുന്നത്. അങ്ങനെയല്ല എന്നുള്ള സത്യമാണ് നമ്മൾ വചനത്തിലൂടെ അവിടെ അന്ന് വിശദീകരിച്ചത്. വെസ്റ്റേൺ വാളിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചാലൊന്നും ദൈവം കേൾക്കില്ല. ദൈവം കേൾക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ ദൈവസന്നിധിയിലേക്ക് വരണം. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പകരം പാപമോചനം പ്രാപിച്ചുകൊണ്ടൊരു ദൈവപൈതലായി തീർന്നുകൊണ്ട് നമ്മൾ എവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചാലും ആ ദൈവം കേൾക്കും. കാരണം ആ ദൈവം ഇന്ന് യെരൂശലേം ദേവാലയത്തിലല്ല വസിക്കുന്നത്. ഞാൻ എന്ത് ഭാഷയിൽ ഇവരെയൊക്കെ വിളിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ വളരെ സങ്കടത്തോടെ പറയുന്നത്. ആ ദൈവം ഒന്ന് ഞാനും നിങ്ങളുമാകുന്ന കൂടാരത്തിൽ ഇരിക്കുകയല്ലേ. ഇനി ഞാൻ യെരൂശലേമിൽ പോകണോ പ്രാർത്ഥിക്കാനായിട്ട്? എൻ്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ യെരൂശലേമിൽ പോകേണ്ട വല്ല കാര്യമുണ്ടോ എനിക്ക്? അപ്പോൾ ഇത് നമ്മൾ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. ഈ കഴിഞ്ഞ ആഴ്ചത്തെ പിക്ചർ കണ്ട് അവർ സങ്കടപ്പെട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കണം, അങ്ങനെയാണ് ഈ കൊട്ടാരക്കരയിലുള്ള അവരുടെയൊക്കെ ക്ഷമ എത്ര ഭയങ്കരമാണ്. ചെറിയ ക്ഷമയാണോ? ഈ വീഡിയോയൊക്കെ അപ്പോസ്തലൻ കണ്ടതാ. കൊട്ടാരക്കരയിലെ അപ്പോസ്തലനും അവരുടെ ശിഷ്യന്മാരൊക്കെ കണ്ട വീഡിയോയാണ്. കാരണം 15,000-ലധികം പേരാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടിരിക്കുന്നത്. കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ, അടൂര് അവിടെയൊക്കെയുള്ള ആളുകളൊക്കെ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇപ്പം തന്നെ അടൂക്കാരിരുന്ന് കണ്ടോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ ദേശക്കാരൊക്കെ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. അവരോടെല്ലാം നമുക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ: അത്യുന്നതനായവൻ കൈപ്പണി ആയതിൽ വാസം ചെയ്യുന്നില്ല. അത് യെരൂശലേം ദേവാലയത്തിന്റെ മുമ്പിൽ നിന്ന് പറയാൻ അവസരം കിട്ടിയാൽ പറയും. അപ്പം ചിലർ നമ്മളോട് പറയുന്നത് പൗലോസും പത്രോസും പറഞ്ഞാൽ പോരെന്നാ. ഇനി അവരെ തിരിച്ചു വിളിച്ചോണ്ട് വന്നിട്ട് പറയിപ്പിക്കാൻ പറ്റുമോ? ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളിലൂടെയാണ് അത് പറയുന്നത്. നമുക്ക് ഒത്തുകൂടാനായിട്ട് കെട്ടിടങ്ങൾ വേണം. അത് എന്ത് സൈസ് കെട്ടിടം വേണേലും പണിതോ. ഒരു കെട്ടിടം സഭാഗോളെന്നൊക്കെ വിളിച്ചോ, കുഴപ്പമില്ല. ഇനി ഇതൊക്കെ പറഞ്ഞാൽ പോലും ദൈവജനത്തിന് ആ ബോധ്യം വേണം. ദൈവജനത്തിന് ശരിയാവണ്ണം ബോധ്യം വേണം. പലരും പറയും ഞായറാഴ്ച പള്ളി പോവാന്ന്, ചിലർ പറയും ചർച്ചിൽ പോവാന്ന് പറയും. ചർച്ച് എന്ന് പറയുന്നത് ഞാനും നിങ്ങളുവാ. നിങ്ങൾ എങ്ങനെയാ ചർച്ചിൽ പോകുന്നത്? ചർച്ച് എന്ന് പറയുന്നത് ഞാനും നിങ്ങളുവാ. ഇപ്പം നിങ്ങൾ പോകുന്നത് എങ്ങോട്ടാ? ചർച്ച് ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത്. എന്തിനാ പോകുന്നത്? ഒത്തൊരുമിച്ച് കൂടാൻ വേണ്ടി പോകുന്നതാണ്. അതായത് ആഴ്ചയിലെ 6 ദിവസം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ ദൈവസന്നിധിയിൽ ഒരു ആരാധനയായി അർപ്പിക്കുകയാണ്. ജീവിതം തന്നെ ഒരു ആരാധനയാണ്. അങ്ങനെ ആരാധിച്ചവരെല്ലാം 7-ാം ദിവസം ഒത്തുകൂടുന്ന പ്ലേസാണ് ചർച്ച് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ചർച്ച് എന്ന് പറയുന്നത് ഞാനും നിങ്ങളും നമ്മൾ ഒത്തുകൂടുന്ന ബിൽഡിങ്ങിനാണ് ചർച്ച് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതിനാണ് സഭാഗോൾ എന്ന് പറയുന്നത്. സഭ ഒത്തുകൂടുന്ന കെട്ടിടം. നിങ്ങൾ അതിന് പുതിയ പേരെന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചോ? അല്ല, ഇങ്ങനെ തന്നെയേ പറയുള്ളൂ എങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷേ ജനം വചനത്തിന്റെ നിശ്ചയത്തിലേക്ക് വരണം. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതുണ്ട്. ക്രിസ്തു എന്ന തലയോളം വളരേണ്ടതുണ്ട്. ദൈവത്തിന്റെ സകല നിറവിനോളം നിറയേണ്ടതുണ്ട്. ക്രിസ്തുവിന്റെ സെയിം ഇമേജിലേക്ക് വരേണ്ടതുണ്ട്. ആ ഒരു നിലയിലേക്ക് ജനത്തെ കൊണ്ടുവന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഓക്കെ. അത് കൊണ്ടുവന്നില്ലെങ്കിൽ അന്നാളിൽ കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവോ? കേൾക്കില്ലെന്ന് ഞാൻ എഴുതി വെച്ചു തരാം. എനിക്കത് കേൾക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ സധൈര്യം ഇതൊക്കെ പറയുന്നത്. ഞാൻ മനുഷ്യരുടെ മുഖം നോക്കുന്നില്ല. അവർക്ക് എന്ത് തോന്നുന്നു, ഇവർക്ക് എന്ത് തോന്നുന്നു ഒന്നും ചിന്തിക്കുന്നില്ല. നോക്കണം, ആ ദൈവദാസനോട് എനിക്ക് വലിയ സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട്.
അതുകൊണ്ടാണ് ഞാൻ ആ പിക്ചറിൻ്റെ ഒരു രൂപം മാറ്റിയിട്ട് ആ വീഡിയോ അങ്ങനെ തന്നെ നിർത്തിയിരിക്കുന്നത്. അവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അതിനകത്തില്ല. പക്ഷേ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. സഭയെക്കുറിച്ച് പഠിക്കേണ്ടവർക്ക് അത് കേൾക്കാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രയോജനപ്രദമാണ്. പക്ഷേ അധികം പേര് കണ്ടിട്ടില്ലെന്നുള്ളതൊരു സത്യമാണ്. 2000-ൽ താഴെ ആൾക്കാരെ അത് കണ്ടിട്ടുള്ളൂ. ഏകദേശം 10 ലക്ഷത്തിനടുത്ത് വരുന്ന ഒരു സംഖ്യയുണ്ട് മലയാളി പെന്തിക്കോസ്ത്. ലോകം മുഴുവനുമായിട്ട് ചിതറിക്കിടക്കുകയാണ്. 10 ലക്ഷത്തിൽ താഴെ. അതിൽ എത്ര പേര് കണ്ടെന്ന്? 2000-ൽ താഴെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ വേറെ ദേവദാസന്മാർ പഠിപ്പിച്ചോളും കേട്ടോ. നമ്മളൊരാൾ മാത്രമല്ല ഉള്ളൂ. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ശബ്ദം ഉയർത്തി പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ മുന്നമേ ഒരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഠിനോപദേശകന്മാരാണെന്നുള്ളത് ചില ശുശ്രൂഷകന്മാർ പറയാറുണ്ടല്ലോ. ഇവർ കഠിനമായ കാര്യങ്ങളാണ് പറയുന്നതെന്ന്. അതായത് അവർ അനുദിന ജീവിതത്തിൽ ക്രൂശ് എടുക്കണമെന്ന് പ്രസംഗിക്കുന്നവരാണ്. അവർ അനുദിന ജീവിതത്തിൽ നുകത്തിൻ കീഴിലായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നവരാണ്. അതുപോലെ ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും കണ്ടെത്തണമെന്ന് പറയുന്നവരാണ്. അങ്ങനെ അസംഖ്യം കാര്യങ്ങളാണ് പറയുന്നത്. നാം അനേക കഷ്ടങ്ങളോടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടവരാണെന്നും, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അഗ്നിശോധനയെങ്കിൽ അപൂർവ കാര്യമൊക്കെ വന്നുകൂടി എന്ന് ഓർത്ത് അതിശയിച്ചു പോകരുത്, അതൊക്കെ ദൈവം അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറയുന്ന മനുഷ്യരാണ്. ആളെ കൂട്ടാൻ നമുക്ക് പ്ലാനില്ല. നമ്മുടെ പ്രസംഗങ്ങൾ അധികം പേര് കേട്ട് കോരിത്തരിക്കണമെന്ന് നമുക്കങ്ങനെ താല്പര്യമില്ല. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അകത്തുള്ളവർക്ക് ഈ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാകും. പരിശുദ്ധാത്മാവിലുള്ള സ്വരമാണെന്ന് അവർക്ക് മനസ്സിലാകും. അല്ലാത്തവര് അവര് ഒരു ചെവി കൊണ്ട് കേട്ടിട്ട് മറു ചെവി കൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് അവരവരുടെ പാട്ടിന് പോകും. സൗരങ്ങളിൽ ലാസ്റ്റ് കണ്ട വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അതിലെന്താ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് പറയുന്നത്? അവർ കല്ലും മണ്ണും കൊണ്ട് ദൈവത്തിന്റെ ആലയം പണിയാൻ പോവുക. അതേസമയം മറ്റ് പെന്തക്കോസ്റ്റിലെ ശുശ്രൂഷകന്മാരും എന്താ പറയുന്നത്? അവരും പറയുന്നത് ഞങ്ങൾ കല്ലും മണ്ണും കൊണ്ടും പണിയുന്ന. നമ്മളെന്താ പറയുന്നത്? നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയുമാണ് പണിയേണ്ടത്. നിങ്ങളിലെല്ലാം കാർണൽ നേച്ചറുണ്ട്, നിങ്ങളിൽ ആദാമ്യ പ്രകൃതിയുണ്ട്. നിങ്ങളോട് മുട്ടി നോക്കണം, അപ്പോൾ പലതും പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് വരുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ജയം വേണം. ചിലതൊക്കെ വെളിപ്പെട്ട് വരും, ജഡീക സ്വഭാവങ്ങൾ. അതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം, ഓവർകമേഴ്സ് ആകണം, ജയാളികളാകണം. ജയാളികൾക്ക് വേണ്ടിയാണ് സിംഹാസനം കാത്തിരിക്കുന്നത്. അല്ലാതെ ചർച്ച് ബിൽഡിംഗ് പണിയാൻ 1 ലക്ഷം രൂപ കൊടുത്തവന് വേണ്ടിയിട്ടല്ല ഈ പറയപ്പെടുന്ന സിംഹാസനം കാത്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് സിംഹാസനം ഇരിക്കുന്നത്. സിംഹാസനം ജയാളികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ആത്മീയ സത്യങ്ങളൊക്കെ ദൈവമക്കൾ മനസ്സിലാക്കണം. നമ്മൾ വീണ്ടും പറയുകയാണ്, ഒരിക്കലും ഒരാളെയും ഹരാസ് ചെയ്യാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ നമുക്ക് ആഗ്രഹമില്ല. പെന്തക്കോസ്റ്റ് ലോകം ആലസ്യത്തിലാണ്. ഒരൊറ്റ കാര്യൂടെ ഞാൻ പറയാം, ഒറ്റ കാര്യം. ഇന്ന് ന്യൂസിലാൻഡിലെ നമ്മുടെ ചർച്ചിലുള്ളൊരു സഹോദരൻ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അതായത് മലയാളക്കരയിൽ ഈ ആത്മീയ കാര്യങ്ങളെയൊക്കെ വിമർശിച്ചുകൊണ്ട് ഒരു ചാനൽ നടക്കുന്നുണ്ട്. ആ ചാനലിൽ വന്നൊരു വീഡിയോ ആണ് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ ആ സഹോദരൻ കാമ്പും കഴമ്പുമുള്ള കാര്യങ്ങൾ അയക്കുന്ന സഹോദരനാണ്. അതുകൊണ്ട് ഞാൻ അതെന്താണെന്ന് ശ്രദ്ധിച്ചു. അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിന്ന് യാത്രാ മധ്യത്തിൽ എൻ്റെ സ്നേഹിതൻ ഷിനുവും ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി മുൻപോട്ട് പോകുമ്പോൾ കാറിലിരുന്നു കൊണ്ട് ആ കാര്യം ഇങ്ങനെ കേട്ടു. അതായത് ആ ചാനലിൻ്റെ ഉടമസ്ഥനും മറ്റൊരു ദൈവദാസനുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അതായത് ഒരു പ്രധാനപ്പെട്ട ചർച്ചിൻ്റെ IPC എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു സീനിയർ പാസ്റ്ററാണ്. 40 വർഷത്തെ ശുശ്രൂഷയുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം ഞങ്ങളുടെ ദേശത്തൊക്കെ ശുശ്രൂഷയിൽ ഇരുന്നിട്ടുള്ള ആളാണ്. ഇപ്പോൾ അദ്ദേഹം നോർത്ത് പറവൂർ IPC ചർച്ചിലെ ഒരു പാസ്റ്ററായിട്ട് ശുശ്രൂഷിക്കുകയാണ്. ഇതിനെ ഞാൻ ഈ പേരൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ അത് പബ്ലിക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ വീഡിയോയുടെ ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ആഫ്റ്റർനൂൺ മുതൽ ഇങ്ങനെ പ്രചാരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ നടത്തുന്നയാൾ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഇദ്ദേഹം യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്ന് ഈ പെന്തക്കോസ്റ്റ് ലോകത്തേക്ക് പോയ ആളാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇൻ്റർവ്യൂവിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ടായിരിക്കും. അതിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങനെ ഇതിൽ വന്നു പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, താൻ മദ്യപാന ശീലമുള്ള ആളായിരുന്നു. ഈ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ അതിനൊരു വിടുതൽ കിട്ടുമെന്ന് പലരും പറഞ്ഞു. അങ്ങനെ ഈ കൂട്ടത്തിൽ പോയി തനിക്ക് ഒരു വിടുതൽ ലഭിച്ചു. പിന്നീട് ആ കൂട്ടത്തിൽ തന്നെ സഞ്ചരിച്ചു, ആ കൂട്ടത്തിൽ തന്നെ സ്നാനപ്പെട്ടു. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് പോയി ഒത്തിരി ചർച്ചസിൽ ഇരുന്നിട്ടുണ്ട്. 40 വർഷത്തെ ശുശ്രൂഷ എന്ന് പറയുന്ന ചെറിയ കാലയളവല്ല. അങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അയാൾ റൈസ് ചെയ്തു. അപ്പോൾ ആ പ്രദേശത്ത് വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 38 വർഷത്തോളമായി അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. 42 വർഷത്തെ പാസ്റ്ററുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ യാക്കോബായ സഭയിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു, അബദ്ധമായി പോയി വന്നത് എന്ന്
എപ്പോഴെങ്കിലും താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ ആദ്യകാലങ്ങളിൽ അങ്ങനെ ഇല്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ അന്തരീക്ഷത്തിൽ എനിക്കെന്തോ ഒരു വലിയ മണ്ടത്തരം പറ്റിയതുപോലെ, ഒരു വിഡ്ഢിത്തരം പറ്റിയതുപോലെ തോന്നുന്നു. കാരണം ദൈവവചനം ശരിയായ നിലയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോഴും ആത്മീയ കോളത്തിൽ നേതൃത്വസ്ഥാനങ്ങൾ കാണിക്കുന്ന വഞ്ചനാപരമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നപ്പോൾ ഇതിൽ നല്ലത് എനിക്ക് ഞാൻ ജനിച്ചു വളർന്ന സഭയിൽ വളർന്നു പോകുന്ന മതിയായിരുന്നെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഇറങ്ങിയത് മണ്ടത്തരമായി പോയിന്ന് 40 വർഷത്തെ ശുശ്രൂഷയുള്ള പാസ്റ്റർ പറയാണ്. സജി പാസ്റ്റർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഒത്തിരി പാസ്റ്റർമാരെ അടുത്ത് നിന്ന് കണ്ടയാളാണ്, ഒത്തിരി പേരെ. ഇതെല്ലാം പറയുമ്പോൾ ഞാനും ഭയപ്പെടുകയാണ്. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ്. ഈ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ നമ്മുടെ മലബാറിലുള്ള തോമസ് സാറുമായിട്ട് ഇന്ന് സംസാരിക്കുകയായിരുന്നു രാവിലെ. അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നോക്കണം, 40 വർഷം ശുശ്രൂഷിച്ച ആൾ ഇങ്ങനെ പറയുന്നു, വേറെ പല പാസ്റ്റർമാരും ഇങ്ങനെ പറയുകയാണ്. പെന്തക്കോസ്തിൽ ശുശ്രൂഷിച്ച പാസ്റ്റർമാർ ഇപ്പോൾ പലരും പറയുന്നു വിശ്വാസ സ്നാനം എന്ന് പറയുന്നത് തെറ്റാണ്, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ അനവധി കാര്യങ്ങളാണ് ഓരോ പാസ്റ്റർമാരും ഓരോ ദിവസവും ഇങ്ങനെ പറയുന്നത്. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി കർക്കശമായി ഉപദേശ വിഷയങ്ങളും ഈ കാര്യങ്ങളെയൊക്കെ തുറന്നു പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ചിലരൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അത് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, ആ വലയിൽ നിന്ന് നമ്മൾ പോയി വീഴരുത് എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ സഹോദരി സഹോദരന്മാർ, വിശേഷിച്ച് സഹോദരിമാര്, അവരെനിക്കൊരു കിരീടം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇങ്ങനെ ഭയങ്കര വിമർശകനാണ്, കുറ്റം പറയുന്നൊക്കെ. നോക്കണം, 40 വർഷം ശുശ്രൂഷ ചെയ്ത പാസ്റ്റർ പറയാണ് ഈ മാർഗത്തിലേക്ക് ഇറങ്ങി വന്നത് മണ്ടത്തരമായി പോയെന്ന്. അപ്പോൾ അങ്ങേരുടെ കീഴിൽ എത്ര പേരായിരിക്കും സ്നാനപ്പെട്ടിരിക്കുന്നത്? ആ മനുഷ്യരെല്ലാം മണ്ടന്മാരായില്ലേ? അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും മണ്ടന്മാരായില്ലേ? ഒന്ന് ഓർത്ത് നോക്കി. അദ്ദേഹവുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന എത്രയോ വിശ്വാസികളുണ്ട്. അവരൊക്കെ അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ പുതുതായി വിശ്വാസത്തിൽ വന്ന മനുഷ്യരെ നോക്കണം, ഇത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ഡൊമൈനിലേക്ക് വന്നിരിക്കുകയാണ്. കാട്ടുതീ പോലെയാണ് ആ വീഡിയോ പരക്കുന്നത്. യാക്കോബായക്കാരും ഓർത്തഡോക്സുകാരും ലെവൽ ബെസ്റ്റാണ് അത് പറപ്പിക്കുന്നത്. ഒരു കാലത്ത് പെന്തക്കോസ്തുകാർക്ക് ഇവരുടെ എല്ലാം മേലൊരു മേധാവിത്വം ഉണ്ടായിരുന്നു, ആയുധങ്ങൾ കയ്യിലുണ്ടായിരുന്നു. ഇന്ന് പെന്തക്കോസ്തുകാരെ പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ്, സർവൈവലിന് ബുദ്ധിമുട്ടുകയാണ്. ഈ മലവെള്ളം വരുന്ന പോലെയാണ് യാക്കോബായ ഓർത്തഡോക്സും കത്തോലിക്കൊക്കെ ഇടിച്ചു കയറി വരുന്നത്. 10 ഇടി കെട്ടിയാൽ നിങ്ങളിൽ എത്ര പേര് നിൽക്കുമെന്ന് എനിക്കറിയില്ല. സജിപ്പാസ് കുറ്റം പറയുന്ന ഒത്തിരി പുള്ളികളുണ്ട്. ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഓർത്തഡോക്സിലെ അച്ഛനോടും കോറപ്പീസ്കോപ്പയോടും മെത്രാനോടും വർത്തമാനം പറഞ്ഞിട്ടിരിക്കുന്ന പുള്ളിയാണ്. ആ പ്രാഗൽഭ്യം എവിടെ നിന്നാണ് കിട്ടിയത്? നിങ്ങൾ ഗ്രഹിക്കണം. ഞാൻ സങ്കടത്തോടെ ഇത് പറയുന്നത്, വലിയ വേദനയുണ്ട് എനിക്ക്. ഞാനിത് എവിടെ പോയി, ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും നിങ്ങൾ പറ. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അല്ലാത്ത നിലയിൽ വ്യക്തിപരമായി ഒക്കെ സുവിശേഷം പറയുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അത് പറയാൻ പഴുതുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ കൂടെ ശുശ്രൂഷിച്ചൊരു മനുഷ്യനല്ലേ, സാത്താൻ പിടിച്ചില്ലേ? അതിൻ്റെ മൂലകാരണം എന്താ? രക്ഷയെക്കുറിച്ചുള്ള ഗ്രാഹ്യമില്ലായ്മയാണ്. ക്രൂശിൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. കഴിഞ്ഞ 3-4 ആഴ്ച നമ്മുടെ സൺഡേ മീറ്റിങ്ങിൽ പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും രക്ഷയുടെ ആഴങ്ങളാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര പേരത് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന പല സഹോദരിമാരും സഹോദരന്മാരും ഇടയ്ക്ക് പറയാറുണ്ട്, ഒരു പക്ഷെ നിങ്ങളും അങ്ങനെ പറയുന്നവരായിരിക്കും. എന്താ പറയുന്നത്? പാസ്റ്റർ, നിരന്തരമായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മകൻ്റെ സ്നാനത്തിന് വേണ്ടി, അവനൊന്ന് സ്നാനപ്പെടാൻ സമ്മതിക്കാൻ വേണ്ടി. പാസ്റ്റർ, ഞങ്ങൾ നിരന്തരം മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളൊന്ന് സ്നാനത്തിലേക്ക് വരണം. എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ ഈ പറയുന്നത്? മകളുടെ സ്നാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ, മകൻ്റെ സ്നാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെയോ? അതാണോ ഇത്രയും കാലം കൊണ്ട് കേട്ടത്? നിങ്ങളുടെ മകനോ മകളോ രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. രക്ഷിക്കപ്പെട്ടാൽ തൽക്ഷണം അകത്ത് പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വന്നാൽ ഉടനടി അവർ ചാടി ഇറങ്ങി വന്നിട്ട് പറയും, ദാ വെള്ളം, ഇനി എന്താ താമസം എന്ന് ചോദിക്കും. രക്ഷിക്കപ്പെടാത്ത കൊച്ചിനെ കൊണ്ടുപോയാ വെള്ളത്തിൽ മുക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോണം. നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനത്തെ പദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തിക്കോണം. കൊച്ചിന്റെ സ്നാനത്തിന് വേണ്ടി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? കൊച്ച് ക്രൂശിന്റെ മുമ്പാകെ വരണം. മോളുടെയോ മോന്റെയോ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ നടക്കണം. ക്രൂശിന്റെ ദർശനം അവരെ ഉടയ്ക്കണം, മാറ്റിമറിക്കണം, രൂപാന്തരപ്പെടുത്തണം. തൽക്ഷണം അവർ പറയും, ഡാഡി ഓർ മമ്മി, അല്ലെങ്കിൽ അപ്പ, അപ്പച്ച,
എൻ്റെ പഴയ മനുഷ്യനെ കുഴിച്ചിടണം. അങ്ങനെയൊക്കെ പറയാൻ കൊച്ചിന് പറ്റുമെന്ന് ചോദിച്ചാൽ കൊച്ചിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നേ. ഇനി കൊച്ചിന് അടങ്ങിയിരിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് വരാത്ത, വീണ്ടും ജനിക്കാത്ത, ജീവപുസ്തകത്തിൽ പേര് വരാത്ത കൊച്ചിനെയാണ് കൊണ്ടുപോയി വെള്ളത്തിലിടുന്നത്. കൊച്ച് 10ാം ക്ലാസ് കഴിഞ്ഞത്രേ, കൊച്ച് പ്രീ ഡിഗ്രി കഴിഞ്ഞത്രേ, കൊച്ച് ഡിഗ്രിക്ക് പോകണോ അത്രേ. അതിൻ്റെ ചടങ്ങാണോ സ്നാനം എന്ന് പറയുന്നത്? പെന്തക്കോസ്ത് എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്ക്. പെന്തക്കോസ്ത് എവിടെയാണ് നിൽക്കുന്നത്? ഇതാണോ സ്നാനം? ബഹുഭൂരിപക്ഷം പേരും രക്ഷയുടെ ആഴം അറിയുന്നില്ല. വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ആ മെസ്സേജൊക്കെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് 1000 പേര് കേട്ടിട്ടുണ്ട്. 1000 പേര്. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ സഹോദരന്മാരുടെ ഭാര്യമാരൊക്കെ കുതിരപ്പുറത്ത് കയറി നിൽക്കുന്ന ഫോട്ടോ, മാവിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന ഫോട്ടോ, ചക്കയിടുന്ന ഫോട്ടോ, മാങ്ങ പറിക്കുന്ന ഫോട്ടോ, മാങ്ങ അരിയുന്ന ഫോട്ടോ, പിന്നെ കാറെ ചാരി നിൽക്കുന്ന ഫോട്ടോ, കിടക്കുന്ന ഫോട്ടോ, എന്തെല്ലാം ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതേ സമയത്ത് ഹൃദയം പിടച്ചുകൊണ്ട്, ദൈവമേ, പാപത്തിൻ്റെ പടുകുഴി കിടക്കുന്ന ഈ മനുഷ്യരെ, നിത്യനാശത്തിലേക്ക് പോകുന്ന ഈ മനുഷ്യരെ വല്ല പ്രകാരത്തിലും രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഏതെങ്കിലും ഒരു മെസ്സേജിൻ്റെ ഒരു ലിങ്ക് എവിടെയെങ്കിലും ഒന്ന് ഇടുകയായിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു മെസ്സേജിൻ്റെ ലിങ്ക്. സഹോദരങ്ങളെ, ഞാൻ ലോകോത്തര പ്രസംഗനൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ലോകോത്തര പ്രസംഗനല്ല, ആരാലും അറിയപ്പെടാത്തൊരു മനുഷ്യനാണ്. അത്യാവശ്യം വചന ഉപദേശം അറിയാം. എൻ്റെ അകത്തൊരു കത്തലുണ്ട്, ഞാനറിഞ്ഞ സത്യങ്ങൾ. ഞാൻ അങ്ങനെ കത്തലുള്ള ദൈവദാസന്മാരുടെ കൂടെ നടന്നവനാ. കത്തലുള്ള ദൈവദാസന്മാരുടെ കൂടെ നടന്നവനാ. ഉപദേശത്തിൽ ഒരിറ്റു വെള്ളം ചേർക്കാത്ത തലയെടുപ്പോടെ നടന്നവരുടെ കൂട്ടത്തിൽ നടന്നിട്ടുണ്ട്. അതൊക്കെ എന്നിലേക്കും പകർന്നു വന്നിട്ടുണ്ട്. കോംപ്രമൈസ് ചെയ്യില്ല. അത് പുനലൂരാണെങ്കിൽ പുനലൂർ, കുമ്പനാടാണെങ്കിൽ എവിടെ പോയി നിന്നും പറയും. ജഡത്തെ അനുസരിച്ച് നടക്കുന്നവൻ മരിക്കും നിശ്ചയം എന്ന് പറയും. എവിടെ നിന്നും പറയും. അതിനുള്ള അഭിഷേകമാണ് പകർന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നും കുറ്റം പറയുക, വിമർശിക്കുക എന്നൊക്കെ. പക്ഷെ ഞാൻ മുന്നും പിന്നും കാണുകയാണ്. പാപത്തിൻ്റെ പടുകുഴി കിടക്കുന്ന ഒരുത്തൻ തീപ്പൊയ്കയിലേക്ക് പോകുന്നത് കാണുകയാണ്. മറ്റൊരുത്തൻ രക്ഷിക്കപ്പെട്ടു വന്നിട്ട് രണ്ടൊരു ചത്ത അവസ്ഥയിലേക്ക് വരികയാണ്. ചത്ത അവസ്ഥയിൽ നിന്ന് ജീവൻ പ്രാപിച്ചു വന്നു, വീണ്ടും ചത്തുപോവുക. അതാണ് രണ്ടൊരു ചത്തുപോവുക എന്ന് പറയുന്നത്. വീണ്ടും ചത്ത എങ്ങോട്ടാ പോകുന്നത്? ലൈക്ക് ഓഫ് ഫയറിലേക്കാണ് പോകുന്നത്. ഓ, ഈ കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടോ, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ടോ? അതെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വഴിയെ തന്നെ അവർ തള്ളിക്കളഞ്ഞു. ഞങ്ങൾക്കിതൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ജഡിക ഉല്ലാസങ്ങളാണ് പ്രാധാന്യം. ഞങ്ങളുടെ പേരും പ്രശസ്തിയും, ഞങ്ങൾക്ക് നോവുന്നതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് മുൻപോട്ട് പോകണം, ഞങ്ങളെ തന്നെ പ്രദർശിപ്പിക്കണം, ഞങ്ങളെ തന്നെ നാലാൾ അറിയണം. ക്രൂശ് വെളിപ്പെടുന്നില്ലെന്ന്. യാഗപീഠം എവിടെയാ? യാഗപീഠത്തിൽ തീയൊക്കെ എന്നേ കെട്ടുപോയി. യാഗപീഠത്തിൽ തീ കത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ജഡാഭിലാഷങ്ങളെയൊക്കെ കത്തിച്ച് കരിച്ച് ചാമ്പലാക്കി കളയും. നാം തന്നെ നമ്മെ ബലിപീഠത്തിൽ സമർപ്പിച്ചവരല്ലേ. കാഹളം ധ്വനിക്കുമ്പോൾ ചാരം പുറത്തു വരണം. കാഹളം ധ്വനിക്കുമ്പോൾ മഹാപുരോഹിതൻ കൈയിടുമ്പോൾ അതിൽ നിന്ന് ചാരമല്ലാതെ ഒരിറ്റ് മാംസമോ ഒരു കഷ്ണം എല്ലോ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഓർത്തോ. നിങ്ങളെ ആരെയും രസിപ്പിക്കുന്ന പ്രസംഗനല്ല ഞാൻ. നിങ്ങളെ ആരെയും കോരിത്തെരിപ്പിക്കുന്ന പ്രസംഗനല്ല. അതിൻ്റെ അഭിഷേകമല്ല എൻ്റെ മേൽ വന്നിരിക്കുന്നത്. ഏത് സംഘടനക്കാരാണെങ്കിലും ആരാണെങ്കിലും കൊള്ളാം. 40 വർഷത്തെ ശുശ്രൂഷയുള്ള പ്രായമുള്ള വന്യവയോധികനായ മുഴുവൻ നരച്ച മനുഷ്യൻ ആ പറഞ്ഞപ്പോൾ ഒരു കോടാലി എടുത്ത് എൻ്റെ ചങ്കിൽ വെട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു കോടാലി എടുത്ത് പിന്മാറിയൊക്കെ ആളുകൾ പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിൽ ഈ പറയപ്പെട്ട സംഘത്തിൽപ്പെട്ട ആ കൂട്ടത്തിൽ തന്നെ പെട്ട 2-3 കുടുംബങ്ങൾ ഒരു യാക്കോബായ പള്ളിയുടെ മദ്ബഹായുടെ മുമ്പിൽ നിന്ന് അച്ഛന്മാരുടെ കൂടെ ചേർന്ന് ഇന്നെടുത്തിരിക്കുന്ന ഫോട്ടോസ് എൻ്റെ ഫോണിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കാര്യമാണ്. അന്നേരമൊന്നും എനിക്ക് ഇത്ര ദുഃഖം തോന്നിയില്ല സഹോദരങ്ങളെ. അന്നേരമൊന്നും ഇത്ര ദുഃഖം തോന്നിയില്ല. ഓക്കെ, അവർ പിന്മാറിയിരിക്കുന്നു, അവർ നാശത്തിലേക്ക് പിന്മാറിയിരിക്കുന്നു, അത്രയൊക്കെ തോന്നിയുള്ളൂ. സങ്കടമൊക്കെയുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ശുശ്രൂഷാമുഖത്ത് നിന്ന് ഒരു ദൈവത്തിൻ്റെ ഭടൻ ആ ഭടനെ വീഴ്ചിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താ? കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് 10, 30, 35 വർഷമായിട്ട് പെന്തിക്കോസിൽ ക്രൂശ് വെളിപ്പെടുന്നില്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് പകരം വേറെ ഒരു ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. മനസ്സിലാക്കുക. ജനം ആത്മാവിൽ ബലപ്പെടുന്നില്ല.
അവർ ക്ഷീണത്തിലാണ്, പലരും ക്ഷീണത്തിലാണ്. അതുകൊണ്ടാണ് ഈ വാത്സല്യ സഹോദരങ്ങളെല്ലാം ഉണരണം. ഒരു സീരിയസ് വീഡിയോയും കൂടെ കാണിക്കാനുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ആ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. സമയം അതുപോലെ അതിക്രമിച്ചു പോയി. പക്ഷെ ആ വീഡിയോ നമുക്ക് കാണണം സഹോദരങ്ങളെ. ചിലത് പറയാനുണ്ട്, ഈ പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് ചിലത് പറയാനുണ്ട്. സീരിയസ് ആയ കാര്യങ്ങളാണ് ഈ 40 വർഷക്കാരൻ ശുശ്രൂഷകൻ പറഞ്ഞത്. അതുപോലെ നല്ല പഠിപ്പും വിവേകമുള്ള ദൈവദാസന്മാര് ആലയം പണിയുന്നു എന്ന് പറയുന്നതും ഒക്കെ ചേർത്ത് വെച്ച് മൂല കാരണം ഞാൻ കാണിച്ചു തരാം. ദൈവം അനുവദിച്ചാൽ, കർത്താവ് ആയുസ് തന്നാൽ, കാഹളം ധ്വനിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് ആ വീഡിയോയും കൂടെ ഒന്ന് കാണാം. എന്തിനാ കാണുന്നത്? ബുദ്ധിയുപദേശത്തിന് വേണ്ടിയിട്ടാണ്, നമ്മെ തന്നെ അലർട്ടാക്കാൻ വേണ്ടിയിട്ടാണ്, തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, സാത്താൻ വഞ്ചിക്കുന്ന വഞ്ചനയുടെ രീതികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വഞ്ചനയുടെ രീതികൾ നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഓർക്കണം, വളരെ ഉത്തരവാദിത്വ ബോധമുള്ളവരായി തീരണം. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മാറ്റിവെക്കണമെന്ന് എത്രയോ കാലങ്ങളായി നമ്മൾ പറയുന്നു. നിങ്ങൾ ഗൗരവമില്ലാത്ത പ്രാർത്ഥനകളിലേക്ക് പോകരുത്. അതിനു പകരം വളരെ മുട്ടിപ്പായി സീരിയസ് ആയി ഈ നാളുകളിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇനിയും അനേക പോരാളികൾ വീഴുന്നത് നിങ്ങൾ കാണും. 40 വർഷക്കാരനായിരിക്കില്ല, ചിലപ്പോൾ 50 വർഷക്കാരനായിരിക്കും, ചിലപ്പോൾ നേതൃത്വത്തിലിരിക്കുന്നവനായിരിക്കും. വീഴുന്ന പടപടാന്ന് ചീട്ടുകൊട്ടാരം വീഴുന്നത് പോലെ പലരും വീഴും എന്നുള്ളത് ഞാൻ ആത്മാവിൽ പറയുകയാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവസഭയുടെ കാവലാളുകളാണ് നാം കാവൽക്കാരാണ്. വളരെ ഗൗരവത്തോടെ ഈ നാളുകളിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, മധ്യസ്ഥ അണയ്ക്കേണ്ടതുണ്ട്. ഉള്ളിൽ നിന്ന തേങ്ങൽ വരണം. ചുമ്മാ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. ഉള്ളിൽ നിന്ന കത്തൽ വരണം. വേദനയോടെ, ഒരു പ്രസവ വേദനയോടുകൂടി നിങ്ങൾ ദൈവസന്നിധിയിൽ അപേക്ഷിക്കണം. കർത്താവേ, ആ പെയിൻ കടന്നു വരണം. ദൈവസഭ ആ പഴയ മഹത്വത്തിലേക്ക് മടങ്ങി വരണം, പഴയ അധികാരത്തിലേക്ക് മടങ്ങി വരണം. ഈ മലയാളക്കരയെ വറപ്പിച്ച ദൈവസഭ, അതിന്റെ പൊടി പോലും ഇല്ല ഇപ്പോൾ, അത് മടങ്ങി വരണം. ദൈവത്തിന്റെ ദാസന്മാരെ എല്ലാം പിടിച്ച് കുലുക്കണം. ഗൾഫിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ കറങ്ങാൻ പോകുന്നവരെ എല്ലാം പിടിച്ച് കുലുക്കണം. നിശ്ചയമായും പ്രാർത്ഥിക്കുക, ദൈവം ചെയ്യും. കുലുക്കി കഴിഞ്ഞാൽ അവർ അമേരിക്കയിൽ ചെന്ന് പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ രീതി വേറെ ആയിരിക്കും. കുലുക്കം കഴിഞ്ഞിട്ട് അവർ അമേരിക്കയ്ക്ക് പൊക്കോട്ടെ, അമേരിക്കയെ അവർ വിറപ്പിക്കും. ഇവരെ ദൈവം കുലുക്കി കഴിഞ്ഞാൽ ഇവർ അമേരിക്കയെ വിറപ്പിക്കും, ഇവർ ഗൾഫിനെ വിറപ്പിക്കും. ഇപ്പൊ എന്ത് വിറയോടുകൂടിയാണ് അവർ തിരിച്ചു വരുന്നതെന്ന് എനിക്കറിയില്ല. പരിഹാസമല്ല കേട്ടോ, പരിഹാസമല്ല. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. വേദനയോടുകൂടി പറയാണ്. ഇന്ന് ഉറങ്ങാൻ പോകുമ്പോൾ വലിയ സങ്കടമായിരിക്കും എനിക്ക്. കാരണം 40 വർഷത്തെ ശുശ്രൂഷയുള്ള വയോധികനായ മനുഷ്യൻ ദൈവസഭയെ ഒന്നടങ്കം വേദനിപ്പിച്ചു. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ മാർഗത്തിലേക്ക് ഇറങ്ങി വന്നത് ക്രൂശിനെയാണ് അദ്ദേഹം തള്ളിക്കളഞ്ഞത്. വിശുദ്ധീകരിച്ച നിയമരക്തത്തെയാണ് അദ്ദേഹം തള്ളിക്കളഞ്ഞത്. അദ്ദേഹം എന്താ പറയാതെ പറഞ്ഞത്? 56-ാം ദിവസത്തെ വെള്ളം തെളിയും, അന്നേരം കൊച്ചിന്റെ നെഞ്ചത്തും അവിടെയൊക്കെ പൂശുന്ന ലേപനവും അത് മതിയായിരുന്നു. എനിക്കത് മതിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കാഹളം ധ്വനിക്കുന്നത് കേട്ടേനെ എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അങ്ങനെയല്ലേ പറയുന്നതിന്റെ അർത്ഥം? അങ്ങനെയല്ല അതിന്റെ ശരിയായ സത്യം എന്ന് അറിഞ്ഞവരാ നമ്മൾ. ശുശ്രൂഷകന്മാർ അനേകരെ വീഴ്ച കളയും സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്ക് സമർപ്പണ മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ ഇന്ന് നമ്മെ തന്നെ താഴ്ത്താം. ഞാൻ ഇടയ്ക്കൊരു വലിയ വാക്ക് പറഞ്ഞു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ശത്രുവായവൻ ചുറ്റും അലറി നടക്കുകയാണ്. കേമന്മാരെന്നൊക്കെ വിചാരിക്കുന്ന പലരുമാണ് വീണുകൊണ്ടിരിക്കുന്നത്, വചനം വളച്ചൊടിക്കുന്നത്, ആത്മീയ സത്യങ്ങളെ, അടിസ്ഥാന ഉപദേശങ്ങളെ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും അതിനകത്ത് വീണുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടുവിൽ കൃപയാൽ നാം നിൽക്കുന്നു. ഭയത്തോടും വിറയലോടും നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ധ്യാനത്തോടെ നമുക്ക് പിരിയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.